الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هم وأزواجه في ظلال على الأرائك متكئون. لهم فيها فاكهة ولهم ما يدعون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن مما أخاف عليكم بعدي أن يفتح عليكم من زهرة الدنيا وزينتها. صدق رسوله المصطفى النبي صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا. يا غافر اللاصين كلي غافرا. جدلي بجودك أرضني برضاك. يا سيدي مددي سندي ويا عددي معيدي مددي عمدي على شددي مشيدي سددي عمدي بلا عددي. كن آخذا بيدي خواجة معين الدين. كن آخذا بيدي خواجة معين الدين. كن آخذا بيدي خواجة معين الدين. لخمسة نتفي بها رمضان الهاتما المصطفى والمرتضى وابناهما والفاطمة. യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ ശോകിൻ നിറദീപമേ ആദി കനവിൽ വരാ
യാസീൻ പോലിവേ ഇഷ്കിൻ മധുമലരേ ദൂതരേ ശോകിൻ നിറദീപമേ ആദിയേ കനവിൽ വരാത്തതെന്താ അമ്പവനേകിയ ഇമ്പകനീ ആദിൻ നബിയാ ഒന്ന് മധുവേ മുജ്തബയായവരേ മുജ്തബയായവരേ സഫിയേ ഇസ്കാലരുമനമേ തനി കനവിൽ വരാത്തതെന്താ തോഹാനിലവേ യാസീൻ പോലിവേ ഇഷ്കിൻ മധുവലരേ ദൂതരേ ശോകിൻ നിറദീപമേ ആദി കനവിൽ വരാത്തതെന്താ ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ഈ ഗ്രാമപ്രദേശത്തെ ഏറ്റവും ഉത്സവത്തിന്റെ പ്രതീതി വരുത്തുന്ന ഈ സ്വർഗീയ ആരാമത്തിന്റെ സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ അറബി കോളേജിൽ ഈ വിനീതൻ ഒരു വർഷക്കാലത്തോളം ഇരുന്നു പഠിച്ച ആ സ്ഥാപനത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രബിന്ദുവായ ആ സ്ഥാപനത്തിന്റെ അമരക്കാരൻ ബഹുമാന്യനായ ഇരുമ്പൂർ മഹല്ല് പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യനായ യൂസുഫ് ഉസ്താദ് അവറുകളെ, ഈ സദസ്സിന് സമുദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കലാപകലുഷിത അന്തരീക്ഷങ്ങളെ നിറപുഞ്ചിരി കൊണ്ട് നേരിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പോലെ കൈകളിക്ക് സമ്മാനിച്ച പാണക്കാട് കുടുംബത്തിന്റെ ആദരണീയനായ നക്ഷത്ര ശോഭ ബഹുമാനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. ഈ സദസ്സിന് ഈ നാടിനെയും നാട്ടുകാരെയും സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒക്കെ പരിചയപ്പെടുത്തി വളരെ നാളുകളായി നമ്മുടെ ഈ കരുവാഞ്ചേരി പറമ്പ് മഹലിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ബഹുമാനായ ഹുസൈൻ ബാക്കർ ഉസ്താദ്, കുട്ടികൾ സംഘിച്ച ഉസ്താദ്, അങ്ങനെ തുടങ്ങി സദസ്സിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മനോഹരമായ ഖിറാഅത്ത് ഈ സദസ്സിന് സമ്മാനിച്ച ബഹുമാനായ ഷുഐബ് മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ രീതിയിലെ സംഘാടക സമിതിയിലെ സഹോദരങ്ങളായ ഇരുമ്പടി മുസ്ലിം കേന്ദ്ര മഹലിന്റെയും അതിന്റെ ശാഖാ മഹലുകളുടെയും സംഘാടക സമിതിയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, വാലന്റീൻസുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉമ്മതന്യമാരെ, സഹോദരി സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്നെ ശബ്ദം ശ്രമിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി സമർപ്പിക്കുകയാണ്. നമ്മൾ ഈ നഗരിക്ക് പേരിട്ടിരിക്കുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നഗറെന്നാണ്. എന്തുകൊണ്ടും ഈ ഗ്രാമപ്രദേശത്തിനും ഈ സ്വർഗീയ ആരാമത്തിനും അതിനപ്പുറം മറ്റൊരു പേര് ചേരുവാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മേൽനോട്ടം നമ്മുടെ ജീവിതത്തിലുടനീളം അല്ലാഹു തെരുമാറാകട്ടെ. അവിടുത്തെ കറാമത്തുകളെ, മർത്തബകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന മഹനീയ പ്രാർത്ഥനയോടെ ഇരുമ്പടി എന്ന ഈ മഹനീയമായ ഗ്രാമപ്രദേശത്തെ ഒരു പള്ളിയുടെ ജീവനും തുടിപ്പുമായ മനോഹരമായ പ്രവർത്തന മേഖലകൾക്ക് ഒരു വലിയ മാറ്റത്തിന്റെ തിരിതെളിക്കുവാൻ ഈ മനോഹരമായ കരുവാഞ്ചേരി പറമ്പ് പള്ളിയുടെ കീഴിൽ ഇരുമ്പടി എന്ന കേന്ദ്ര മഹലിന്റെ പിന്തുണയോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും നടത്തപ്പെടുന്ന ഈ പരിപാടി അൽഹംദുലില്ലാ ഇന്നിവിടെ സമാപനം കുറിക്കുകയാണ്. ഇന്നലെ എന്റെ പ്രിയ സുഹൃത്ത് അയ്യൂബ് മന്നാനി ഉസ്താദ് അവറുകളാണ് പ്രഭാഷണം നടത്തിയത്. അല്ലാഹു തആല ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലെ കൂട്ടുകാർ എന്ന വിഷയം ഈ ഗ്രാമപ്രദേശത്തേക്ക് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയുമാണ് തോന്നുക. ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ചേരിതിരിവുകളില്ലാത്ത, തമ്മിൽ തല്ലുകളില്ലാത്ത, സ്വാർത്ഥതകളില്ലാത്ത, ജാതി മത ഭേദമന്യേ ഒരു കുടക്കീഴിൽ നിൽക്കണം, സ്നേഹിക്കണം, ഒരുമിക്കണം എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് മുന്നിൽ അങ്ങനെയുള്ളവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെയും ആ സ്വർഗത്തിന്റെ വിശകലനത്തെയും ചർച്ച ചെയ്യുമ്പോൾ ആ നാട്ടിലാണ് നിൽക്കുന്നത് എന്ന ഒരു തോന്നലുള്ളത് കൊണ്ട് മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പരലോക മോക്ഷവും പരലോക വിജയവുമാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും വരുമ്പോ അവൻ മനസ്സിരുത്തിയിട്ട് പറയുന്നത്, അള്ളാഹുവിന്റെ ആഖിറ ലോകത്ത് ഇൻഷാ അല്ലാഹ് എനിക്ക് അള്ളാഹു ഇതിന് പകരം പ്രതിഫലം തരുമെന്നാണ്. ജീവിതത്തിൽ എവിടേക്ക് തിരിച്ചാലും അവന്റെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും സങ്കടങ്ങൾ വന്നു കയറുമ്പോ ആ സങ്കടത്തിന് പകരം സുഖവും സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും മാത്രം അലതല്ലുന്ന സ്വർഗീയ ലോകത്തിന്റെ സുന്ദരമായ അനുഭൂതി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി തരുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പ്രിയപ്പെട്ട മനുഷ്യരെ മനസ്സ് വെക്കുമ്പോ നമുക്കറിയാം, ആ സ്വർഗം പോലും ഉന്നതമായ പദവിയിലും ശ്രേഷ്ഠതയിലും പല ജനങ്ങൾക്ക് പല രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. ചില വ്യക്തികൾക്ക് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവി കൊടുക്കുന്നു, ചിലർക്ക് സ്വർഗത്തിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള പദവി കൊടുക്കുന്നു. എങ്കിലും ആ സ്വർഗത്തിന്റെ സുഖങ്ങളും രസങ്ങളും സന്തോഷങ്ങളുമെല്ലാം ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖലോലുപ സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന പറവകളെ പോലെ ദുനിയാവിന്റെ മണ്ണിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ജീവിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുമ്പോ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സച്ചരിതരായ സൽക്കർമ്മകാരികളായ സൽവടികളോടെ പ്രകാശഗോപുരത്തെ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ചൊരു അത്ഭുതകരമായ ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. സഹാബികളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ഇതിനും കഴിഞ്ഞുള്ളൂ. അന്നു സലാത്തൊക്കെ നിർത്തിയ യൂസുഫ് സ്ഥാനം ചീത്തപ്പേരുണ്ടാക്കരുത്. ഞാൻ പൊട്ടക്കർ അൻവരി പ്രസംഗിക്കുമ്പോൾ പറയും, ഇവിടെ മാത്രമേ ഉള്ളൂ, നാട്ടിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. അത് പറയിപ്പിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ 10 മണി കഴിഞ്ഞുകൊണ്ടാണോ ഒരു ഉഷാറില്ലാത്തത്? പിന്നെ നിങ്ങളെക്കാളും ക്ഷീണം വരേണ്ടത് എനിക്കാണ്. നിങ്ങൾ ക്ഷീണം വന്നാൽ എനിക്ക് ക്ഷീണം വരും, പെട്ടെന്ന് നിർത്തും, ഞാൻ പോകും. നിങ്ങൾ ഉഷാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് നേരം പറയാനും ദുആ ചെയ്യാനുണ്ടാവും. കാരണം വെള്ളിയാഴ്ച രാവാണ് എനിക്ക് നാട്ടിൽ പോകണം. നിങ്ങളെ റാഹത്തായിട്ടിരുന്നെങ്കിൽ മാത്രമേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് നിർത്തിയിട്ട് പോകും. അതിൽ പരാതി പരിഭവം ആര് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തെ കുറിച്ച് പറയുമ്പോഴും എപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ നരകത്തെ കുറിച്ച് പറയുമ്പോഴും ആവേശത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബികളോട് മുത്തുനബി തങ്ങൾ പറയുന്നു, പരലോകത്ത് ഏറ്റവും അധികം മുഖം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് സ്വർഗ്ഗലോകത്ത്. അവരാരെന്ന് നിങ്ങൾക്കറിയുമോ? ഏറ്റവും അധികം മുഖം പ്രകാശിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരാരെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് ചോദിക്കുകയാണ്. സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവർ അമ്പിയാക്കളാണ്. ലോകത്ത് ഒരുപാട് അമ്പിയാ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരാണ് സ്വർഗ്ഗലോകത്ത് ഏറ്റവും അധികം മുഖം പ്രകാശിക്കുന്നവരെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരുടെ മുഖം പ്രകാശമാണ്, പക്ഷേ ഞാൻ ഈ ചോദിക്കുന്നത് അവരെ കുറിച്ചല്ല. രണ്ടാമത് ആരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സഹാബികൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് ശുഹദാക്കളാണോ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ടല്ല പറന്ന് ജീവൻ മരണ പോരാട്ടം നടത്തി യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശരീരത്തിന്റെ രോമങ്ങളെ പോലും സമർപ്പിച്ചുകൊണ്ട് പടപൊരുതി സ്വർഗത്തിന്റെ പച്ചക്കോട്ടണിഞ്ഞുകൊണ്ട് ശുഹദാഇന്റെ ഉന്നതമായ പദവിയിലേക്ക് സുഖലോലുപ സ്വർഗത്തിന്റെ സുഹൃത്തുക്കളിലേക്ക് പറന്നുപോയ പ്രിയപ്പെട്ട രക്തസാക്ഷികളാണോ എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവരുടെ മുഖവും പ്രകാശമാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നവർ അവരല്ല. നബി തങ്ങൾ പറയുന്നു, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ വമാഹും ബിഅംബിയാഉ വശുഹദാഉ വഇന്ന വുജൂഅഹും ലനൂർ വഇന്നഹും ലനൂർ.
അവരുടെ മുഖം പ്രകാശത്തിന്റെ പുളകം കൊണ്ട് പ്രകാശപൂരിതമായിരിക്കുന്നു. ഇന്നഹും അലാനൂർ, അവർ പോലും പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയാൽ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് ഉന്നതമായ പദവിയിലെത്തിയിരിക്കുന്നു. അവർ അംബിയാ മുർസലീങ്ങളല്ല, അവർ സുഹദാക്കളല്ല. അവരെ പോലെ തന്നെ മുഖം പ്രകാശിക്കുന്ന മറ്റൊരു വിഭാഗം അവരുടെ സ്ഥാനത്തോട് തുല്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ കൊടുത്തിട്ടുണ്ട്. സഹാബികൾ കൈമലർത്തുകയാണ്. അങ്ങനെ മലർത്തുമ്പോഴും അവരുടെ മനോമുഖരം പറയുന്നത്, ആ ഒരു പറഞ്ഞ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അംബിയാ മുർസലീങ്ങളുടെ പദവിയിലേക്ക് എത്താൻ കഴിയാത്ത, ശുഹദാക്കളുടെ പദവിയിലേക്ക് എത്താൻ കഴിയാത്ത നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പോലെ തന്നെ മുഖം പ്രകാശിച്ചുകൊണ്ട് സ്വർഗ്ഗലോകത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹാബികൾ മനസ്സുകൊണ്ട് കൊതിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ ഒന്ന് പറഞ്ഞു തരുമോ, അള്ളാഹിന്റെ റസൂലെ അവർ ആരെന്നൊന്ന് പറഞ്ഞു തരുമോ? എന്റെ ഈ കരുവാഞ്ചേരി പറന്ന മനോഹരമായ മഹലിന്റെ സ്വർഗീയമായ ആരാമത്തിൽ തടിച്ചുകൂടിയ മലബാറിന്റെയും പാലക്കാട് ജില്ലയുടെ എല്ലാ തീരത്തിൽ നിന്ന് ഓടിയെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കൊതി മനസ്സിന്റെ അകത്ത് കടന്നു വരാൻ വേണ്ടി ഞാൻ ആമുഖമായി പറയുകയാണ്. ശുഹദാക്കളെ പോലെ, അംബിയാ മുർസലീങ്ങളെ പോലെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, മാനങ്ങളിലേക്ക് പറന്നുപോയി പ്രകാശത്തിന്റെ പ്രഭാപൂരം പരത്തുന്ന മുഖകമലങ്ങളുടെ ഉടമസ്ഥരായി മാറിയ ആ ഒരു വിഭാഗത്തെ പോലെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു സ്ഥാനം കിട്ടാൻ കൊതിയുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന വിഭാഗത്തിന്റെ സ്വഭാവ ഗുണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിയാൽ മതി. ഈ പറയാൻ പോകുന്ന സ്വഭാവ ഗുണത്തിന്റെ ഏറ്റവും നൈർമല്യമായ ആ സുഖം വരാൻ ഈ മനോഹരമായ വേദിയിൽ വെള്ളിയാഴ്ച രാവിലെ വന്ന് ഞങ്ങൾ തയ്യാറാണ് എന്ന് ആമുഖമായി നിങ്ങളൊരു തീരുമാനമെടുത്താൽ അംബിയാ മുർസലീങ്ങളെ പോലെ, ശുഹദാക്കളെ പോലെ, ആരിഫീങ്ങളെ പോലെ മുഖകമലത്ത് പ്രകാശത്തിന്റെ പ്രഭവലെത്തിയിട്ട് സ്വർഗ്ഗലോകത്ത് സുന്ദരമായ സുഹൃതം ആസ്വദിക്കാൻ അൽഹംദുലില്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തരുന്നതാണ്. മുത്തുനബി തങ്ങൾ പറയുന്നു, അവരംബിയാ മുർസലീങ്ങളല്ല, അവർ ശുഹദാക്കളല്ല, അവരെ പോലെ മുഖം പ്രകാശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് സുന്ദരമായ കിളികളെ പോലെ പാറി പറക്കുന്ന പ്രകാശത്തിന്റെ പ്രഭ പരത്തുന്ന ഒരു വിഭാഗമുണ്ട്. സഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ, അവരാരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, തഹബൂ ബി റൂഹില്ലാഹ് അലാ ഗൈരി ഇർഹാമിൻ ബൈനഹു. അവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്, അവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ്, അവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവരാണ്. അലാ ഗൈരി ഇർഹാമിൻ ബൈനഹുടെ കുടുംബത്തിന്റെ അവസ്ഥ അവർ നോക്കലില്ല, കുടുംബബന്ധം നോക്കലില്ല, കുടുംബത്തിൽപ്പെട്ടവരാണെന്ന പരിഗണനയല്ല. അല്ലാഹുവിന് വേണ്ടി ഒരു നാട്ടിലുള്ളവർ, അല്ലാഹുവിന് വേണ്ടി ഒരു പ്രദേശത്തുള്ളവർ പരസ്പരം ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോ അല്ലാഹു പറയുന്നവർക്ക് സ്വർഗ്ഗലോകത്ത് ഏറ്റവും പ്രയാസമുള്ള മുഖം ഞാൻ കൊടുക്കുന്നതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരോടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്? ആരോടാ പറഞ്ഞു കൊടുക്കുന്നത്? വിശപ്പ് സഹിക്കാനാകാതെ പട്ടിണി കിടക്കുമ്പോ എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടിയാൽ എന്റെ അയൽപക്കത്ത് കിടക്കുന്ന പാവപ്പെട്ട സഹാബിക്ക് വേണമെന്ന് ആവേശത്തോട് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന പ്രിയപ്പെട്ട സഹാബികളാണ്. ആ സഹാബികൾക്ക് മനസ്സിന്റെ ആശങ്കയില്ല. ഈ ഉന്നതമായ പദവി നമുക്ക് ലഭിക്കുന്നതാണ്, ഈ ഉന്നതമായ സ്ഥാനം നമുക്ക് ലഭിക്കുന്നതാണ്. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോവില്ല. കാരണം എന്താ? അവർ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. പക്ഷപാതിത്വങ്ങളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, പരിഹസിക്കലില്ല. ഒരു മറ്റ മക്കളെ പോലെ പടച്ചവന്റെ ദീനിനു വേണ്ടി യുദ്ധത്തിനകത്തും പുറത്തുമായി അല്ലാഹുവിന്റെ റസൂൽ വരച്ച് കാണിച്ചു കൊടുത്ത വരമൊഴിയിലൂടെ, വാമൊഴിയിലൂടെ അൽഹംദുലില്ലാഹ് ചലിക്കാത്ത പാഠങ്ങൾ വെച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബികളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ മതിയല്ലോ. എന്ത് പറഞ്ഞാലും നബിയെ ഞങ്ങളുണ്ട്, അവിടെ എന്ത് പറഞ്ഞാലും മുത്തുനബിയെ ഞങ്ങളുണ്ട് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു തസ്ബീഹിന്റെ മുത്തുമാലകളെ പോലെ, മുത്തുമാലകൾ കോർത്ത മുത്തുകളെ പോലെ ചേർന്ന് നിൽക്കണമെന്ന് നൂറ്റാണ്ടുകൾക്കും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ എല്ലാം മറന്നുകൊണ്ട് പടപുരുതാനും എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തന രീതിയിൽ സജീവമായ നക്ഷത്രത്തിലാതെ പ്രിയപ്പെട്ട സഹാബികള്, ആ സഹാബിയുടെ മനോമുഖരത്തിലറപ്പാ അംബിയാ മുർസലീങ്ങളെ പോലെ, ശുഹദാക്കളെ പോലെ മുഖം പ്രകാശിക്കുന്നവരായ സ്വർഗ്ഗലോകത്തവരുണ്ടാകുമെന്ന്. എന്നാൽ ഞാനിത് പറയുമ്പോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുമോ?
അതുപോലെയുള്ള പ്രകാശത്തിന്റെ മുഖമായി സ്വർഗലോകത്ത് ഞങ്ങൾ വരുമെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റോ? ചെറിയ ചെറിയ നിസാര വർഷങ്ങൾക്ക് വേണ്ടി തമ്മിലടിക്കുന്ന നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പക്ഷപാതത്തിനും വാക്കുതർക്കത്തിനും കരകത്തിനും കലാപത്തിനും കലാശിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബമാകട്ടെ, അയൽവക്ക ബന്ധമാകട്ടെ, സാമ്പത്തിക ബന്ധങ്ങളാകട്ടെ, കുടുംബക്കാരാകട്ടെ, മഹല്ലുകളാകട്ടെ, ഒത്തുമയില്ലാതെ തമ്മിൽ പള്ളിയിട്ട സമുദായത്തിന്റെ ഇജ്ജത്തിനെ കടന്നു വിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വർഗത്തിലെ ഏറ്റവും നല്ല ഒന്നാമത്തെ കൂട്ടുകാരാരാ? സ്വർഗത്തിലെ ഏറ്റവും നല്ല ഒന്നാമത്തെ കൂട്ടുകാരാരാ? അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പരസ്പരം ഒരുമിച്ച് നിന്നവരാ, പടച്ചവന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാ, ഒരുമിച്ച് പള്ളിയിൽ പോകുന്നവരാ, ഒരുമിച്ച് മതപ്രസംഗത്തിന് പോകുന്നവരാ, ഒരുമിച്ച് സാധുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാ, ഒരുമിച്ച് കഷ്ടപ്പെടുന്നവരാ, ഒരുമിച്ച് ത്യാഗം ചെയ്യുന്നവരാ, ചിന്ന ഭിന്നമാകാതെ ചിതറിത്തെറിച്ചു പോകാതെ പരിഹസിക്കാതെ കുറ്റപ്പെടുത്താതെ ആരോപണത്തിന്റെ മുൻമുനയിൽ ചെയ്യട്ടെ സഹോദരന്റെ ചോര ഊറ്റിക്കുടിക്കാറ് ദൈവത്തിന്റെ പട പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പൈതൃകത്തെ വാരിപ്പിടരുന്ന ഒരു വിഭാഗത്തിന് സ്വർഗത്തിന്റെ സുന്ദരമായ മുഖാപനത്തിന്റെ ഉടമയാകാൻ കഴിയുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുമ്പോ ഒന്നാമത്തെ കൂട്ടുകാരാകാം എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ ഇതിലൂടെ നീയത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഏറ്റവും മുഖത്ത് പ്രകാശം വരുത്തുന്ന ഒന്നാമത്തെ കൂട്ടുകാർ തഹാബു ബിറൂഹില്ലാ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്തിനു വേണ്ടിയാണ്? അതാണ് പ്രശ്നം. സ്നേഹം അൽഹംദുലില്ലാ സന്തോഷമാണ്, എല്ലാവരും വലിയ സ്നേഹം. ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട അഹ്മദ് ഉസ്താദ് പറഞ്ഞു, ഹുസൈൻ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഒത്തൊരുമയാണ്, നല്ല ബന്ധമാണ്. ആ സ്നേഹമൊക്കെ എന്തിനു വേണ്ടിയായിരിക്കണം? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. അല്ലാതെ പരസ്പരം കൂട്ടുകാർ പരസ്പരം ഇഷ്ടപ്പെടും. എനിക്കിപ്പോ സുന്ദരിയായ 2 പെങ്ങന്മാരുണ്ടെങ്കിൽ എനിക്ക് കൂട്ടുകാർ ഒരുപാടുണ്ടാവും. കാരണം എന്റെ വീട്ടിൽ പിന്നെ എപ്പോഴും പയ്യന്മാരൊക്കെ വരും, സുഖമാണോ, എപ്പോഴും എന്നെ ഫോൺ വിളിക്കും. എന്തുകൊണ്ടാ? എന്റെ വീട്ടിൽ കാണാൻ കൊള്ളുന്ന പെങ്ങന്മാരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു രോഗം ഇന്നത്തെ ചില യുവാക്കൾക്കുണ്ട്. ഇനി ഇതല്ല, എനിക്ക് കാശുണ്ടാവട്ടെ, നല്ല കാശാണ്, പലിശയാകട്ടെ, കള്ള് കച്ചവടമാകട്ടെ, വ്യഭിചാരമാകട്ടെ, മോഷണമാകട്ടെ, സ്വർണ്ണക്കടത്താകട്ടെ, വഞ്ചനയാകട്ടെ, ചതിയാകട്ടെ, കാശുണ്ടെങ്കിൽ കൂട്ടുകാരുണ്ടാവും. എന്തുകൊണ്ടാ? ഇവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് സുഹൃത്തുക്കൾ ഉണ്ടാകും. ഇനി അതൊന്നുമല്ല, പിടിപാടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലും അധികാരത്തിലും ഒക്കെ നല്ല പിടിപാടാണ്. ഇവൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ജനിക്കൂല, ഉപമുഖ്യമന്ത്രി ജനിക്കൂല, മന്ത്രി ജനിക്കൂല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവനെ ഒന്ന് സോപ്പിട്ട് കയ്യിൽ വെച്ചേക്കും, എന്തെങ്കിലും ആവശ്യം വന്നാകും. ഇങ്ങനെയൊക്കെ സ്നേഹങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ചിത്രീകരിക്കുക. എന്തിനു വേണ്ടിയാണ് ഞാൻ അവരെ കൂട്ടുകാരാക്കിയത് എന്നുണ്ടാകും. എനിക്കുള്ള കൂട്ടുകാരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലെ നിങ്ങൾക്കുള്ള കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എന്തിനു വേണ്ടിയാണ് ഞാൻ അവരെ കൂട്ടുകാരനാക്കിയത്? സഹോദരിമാരൊക്കെ ശരിക്കും ചിന്തിച്ചു നോക്കി. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചില കൂട്ടുകാരികളെ ബന്ധപ്പെട്ടിരിക്കുന്നത്? ചില സഹോദരിമാര് പറയും, എനിക്ക് കിലേക എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുണ്ട്, അല്ലെങ്കിൽ ശോഭിത എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുണ്ട്, അവളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മതി, ഒരു പഞ്ചായത്ത് മുഴുവനും അവൾ ഓടി നടന്ന് പറഞ്ഞോളൂ. അപ്പോ എന്റെ ഒരു വാർത്താ മാധ്യമ, ഒരു മീഡിയ പ്രവർത്തനം പോലെ ഒരു പെൺകുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുകയാണ്. സഹോദരിമാർക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങൾ, ഓരോന്നിനും ഓരോ കാരണങ്ങൾ, ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടൊരിക്കൽ പറഞ്ഞതാ, ഇബ്നു അബ്ബാസ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. ഇബ്നു അബ്ബാസ്, അല്ലാഹുവിന് വേണ്ടി നിന്നെ ഞാൻ ഇഷ്ടപ്പെടുകയാ, പടച്ചതമ്പുരാന് വേണ്ടി നിന്നെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വീഴുകയാണ്. ആരാ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ആർക്ക് വേണ്ടിയാ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഇങ്ങനെ പടച്ചവന് വേണ്ടിയിട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ, അല്ലാഹുവിന് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിക്കുന്നവരെ, സ്വർഗ്ഗത്തിൽ അമ്പിയാക്കളെ പോലെ ശുഹദാക്കളെ പോലെ നിങ്ങളുടെ മുഖത്ത് അല്ലാഹു പ്രകാശം തരുന്നതാ, നിങ്ങളുടെ മുഖത്ത് അല്ലാഹു സന്തോഷം തരുന്നതാ. അതുകൊണ്ട് ഏറ്റവും നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുത്തു. നിങ്ങളുടെ സ്വർഗത്തിൽ നേസിക്കുന്ന കൂട്ടുകാരെ നിർമ്മിച്ചെടുത്തു. ഇവിടെ ഉണ്ട് കൂട്ടുകാരൻ, എവിടെ? ഇരുമ്പടിയിലും കരുവാഞ്ചേരി പറമ്പിലും എന്നോടൊപ്പം നിന്ന സുഹൃത്തുക്കൾ എവിടെ? അവരെല്ലാവരും എനിക്ക് സ്വർഗം തേണ്ടല്ല, അവരെല്ലാവരും എനിക്ക് സ്വർഗം തേണ്ടല്ല എന്ന് പറയുന്ന കൂട്ടുകാരെ എന്റെ മുമ്പിലിരിക്കുന്നവരെ നിർമ്മിച്ചെടുക്കാൻ മനസ്സെടുത്തു.
അല്ലാതെ നരകത്തിന്റെ ഉള്ളറയിൽ കിടന്ന് വെന്തുരുകുമ്പോ ആ നരകത്തിൽ കിടന്നുകൊണ്ടവർ പറയാൻ പാടില്ല, അല്ലാഹുവേ എന്നെ കണ്ടുകൊടുക്കാൻ കൊണ്ടുപോയത്, എന്നെ വിടുതലിക്കാൻ കൊണ്ടുപോയത്, എന്നെ ഹറാമിന്റെ കൂട്ടരങ്ങളിലേക്ക് എന്നെ വലിച്ചെടുത്ത് കൊണ്ടുപോയത് അവനാണ് കരുവാന്തേരി പറമ്പിലുള്ളവനാ, ഇരുമ്പടിയിലുള്ളവനാ, അതുകൊണ്ട് അവനോട് നരകം കൊടുക്കണമല്ല എന്ന് പറഞ്ഞ് കൂട്ടുകാര് കാരണമായി നിരക്കോട് നരകം കിട്ടുന്ന ഹതഭാഗ്യരുടെ ലിസ്റ്റിലേക്ക് എന്റെ സഹോദരങ്ങളെ ചെന്ന് വീഴരുത്. അതുകൊണ്ട് കണ്ടുപിടിയന്മാരെ യാത്ര പറയുക, പെണ്ണുപിടിയന്മാരെ കവറടക്കുക, ഹറാമുമായി ബന്ധപ്പെടുന്നവരെ ഒഴിവാക്കുക. ഏറ്റവും നല്ല സ്നേഹത്തിന്റെ, ഏറ്റവും നല്ല ബന്ധത്തിന്റെ, കുത്തൊഴുക്കിന്റെ സ്നേഹത്തിന്റെ പ്രപഞ്ചമായിട്ട് എന്റെ സഹോദരങ്ങളെ മാറുക. അതിന് അല്ലാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. ആ ബന്ധങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക, മോശമായ കൂട്ടുകെട്ടൊക്കെ മാറ്റിവെക്കുക. അല്ലാഹു അതും ഏറ്റവും അധികം സുഹൃത്തുക്കളെ കൂട്ടുകാരെല്ലാം അല്ലാഹുവിന്റെ ആഗ്രഹലോകത്ത് ചില കൂട്ടുകാർ ചിലരെ ശത്രുക്കളായി മാറുന്ന ലോകമുണ്ടല്ലോ. ഇന്ന് എവനാണ് നശിപ്പിച്ചതല്ല, ഞാൻ അവന്റെ കൂടെ കൂട്ടുകൂടിയില്ല എന്നെങ്കിലും റബ്ബേ രക്ഷപ്പെടുമായിരുന്നല്ലോ. നീ ഗുണം പിടിക്കാതെ പോകട്ടരായെന്ന് പരലോകത്തിൽ നിന്നുകൊണ്ട് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ശാപവാക്ക് പറയുന്ന അവസ്ഥ എന്റെ മലപ്പുറമില്ലെങ്കിലോ അല്ലെങ്കിൽ എന്റെ പാലക്കാട് ജില്ലയിലോ ഒരു സരസിലേക്ക് ഓടി വന്ന സുഹൃത്തുക്കളെ ഒരു പരിപോലും ഉണ്ടാവാൻ പാടില്ല. ഒരൽപ്പം പോലും അങ്ങനെ ഒരു ചിന്ത ആഗ്രഹത്തിൽ വരാതിരിക്കാൻ ഇവിടെ വെച്ച് തന്നെ ക്ലിയറാണ്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ, കുറെ സമയം കഴിയട്ടെ, അന്നേരം ആലോചിക്കാം എന്നൊന്നും തീരുമാനിക്കണ്ട. ഇപ്പോ തീരുമാനിച്ച് അൽഹംദുലില്ലാഹ് നല്ലൊരു ജീവിതം. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. പല തീരുമാനങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടലാസിന്റെ ഏറ്റവും അടിയിൽ ഒപ്പ് ചാർത്തുന്ന രാത്രിയാണ്. ഇവിടെ നിന്ന് തീരുമാനം എഴുതി ആ പത്രിക മദീനത്ത് സമർപ്പിച്ചിട്ട് വേണം ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പിരിഞ്ഞു പോകാൻ. തമ്മിലടിച്ച് ഭിന്ന ഭിന്നമായി തടഞ്ഞെറിഞ്ഞ് സമുദായത്തിന്റെ ഇജ്ജത്ത് കളഞ്ഞു കുളിച്ച് നരകത്തിന്റെ വക്താക്കളായി മരിച്ചു കിടക്കുമ്പോ ലഹരി ഉപയോഗിക്കുന്ന, ഹാൻസൊക്കെ ചുണ്ടിനടിയിൽ വെക്കുന്ന, കള്ളുകുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന പെണ്ണുപിടിയന്മാരും വ്യഭിചാരികളും വന്ന് നിന്റെ മയ്യത്തിന്റെ മുമ്പിൽ വന്ന് സല്യൂട്ട് അടിച്ചിട്ട് പോകുന്നതിനേക്കാളും നല്ലത് നല്ല മുഖ്ലിസീങ്ങളായ സുഹൃത്തുക്കൾ വന്ന് നിറമിഴികളോടെ നിനക്ക് വേണ്ടി ഖുർആൻ ഓതി, നിനക്ക് വേണ്ടി സ്വതക്ക ചെയ്ത്, നിനക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത്, നിന്നോടൊപ്പം പള്ളിപ്പറമ്പിൽ വന്ന്, നിന്നോടൊപ്പം പള്ളിക്കാട്ടിൽ വന്ന് മിൻഹാ ഖലഖ്നാകും, അല്ലാഹുവേ എന്റെ പ്രിയ കൂട്ടുകാരന്റെ നെഞ്ചത്തേക്ക് ഞാൻ മണ്ണിടുകയാണ്. എന്നോടൊപ്പം സുബഹി ജമാഅത്തിന് വന്ന, എന്നോടൊപ്പം മതപ്രസംഗത്തിന് കസേരയിൽ വന്നിരുന്നു അടുത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ, എന്റെ ഉമ്മാക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോ ഓടി വന്ന, എന്റെ ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ ഓടി വന്ന, എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ ഞാനുണ്ടടാന്ന് പറഞ്ഞ് ഓടി വന്ന, എന്റെ വീട്ടിലൊരു മരണം നടന്നപ്പോ ആശ്വസിപ്പിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന് സർവ്വകാര്യങ്ങളും ചെയ്ത ആ സുഹൃത്താണ് പടച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണുവാരിയിടാൻ. ഇവിടെ ഈ നാട്ടിലെ യുവാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാവപ്പെട്ട, ഏറ്റവും അർഹതപ്പെട്ട സാധുക്കളും പാവപ്പെട്ടവരുമായ ആരുടെയെങ്കിലും ഏതെങ്കിലും പെൺകുട്ടിയുടെ നിക്കാഹ് നടന്നാൽ ഇവിടുത്തെ യുവ സുഹൃത്തുക്കൾ ആ നിക്കാഹിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും അവസാനം വരെ അൽഹംദുലില്ലാഹ് പരിശ്രമിക്കുമെന്ന് ഇവിടുത്തെ ഗുരുനാഥന്മാർ പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. ഒരു ബസ് പോലും കടന്നു വരാത്ത ഒരു സ്ഥലമാണുള്ളത്. ബസ്സൊന്നും വരില്ല, അങ്ങനത്തെ സ്ഥലമാണ്. ഈ പ്രദേശത്ത് ഇത്രയും ജനങ്ങൾ വന്നത് തന്നെ ഒന്നാമത്തെ അത്ഭുതം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല റാഹത്തിലാക്കി തരട്ടെ. എന്തായാലും നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം ഇതിന്റെ സമാപനം. ബാക്കി നമ്മളൊക്കെ ടൗണുകളിലൊക്കെ ശരിക്കും സാമ്പത്തികം കൊടുത്ത് പല പള്ളിയെ നമ്മൾ സഹായിക്കണം. ഇവിടെ വന്നു നോക്കാനൊന്നും പലപ്പോഴും ആരുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് അല്ലാഹു ഇത് കാണാനുള്ള അവസരം തന്നെങ്കിൽ അകമഴിഞ്ഞ് നമ്മൾ സഹായിക്കണം. ഇവിടുത്തെ പള്ളിയും മദ്രസയും ഒന്നും പട്ടിണിയായി പോകാൻ പാടില്ല. അവർക്ക് അവരുടെ കുറ്റവും കുറവും ഒക്കെ മനസ്സിലാക്കി ആ മഹലിന്റെ കുതിപ്പിലും കിതപ്പിലും കൂടെ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഹുസൈൻ ബാഖവി ഉസ്താദിനെ പോലെ, യൂസുഫ് ഉസ്താദിനെ പോലെയുള്ളവരൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ മഹലിന്റെ പേരും പെരുമയും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം. അള്ളാന്റെ പള്ളി ലോകത്തെവിടെയാണെങ്കിലും അത് നമ്മുടെ ഭവനമാണ്, അത് ഏറ്റെടുക്കണം. അള്ളാന്റെ സഹായം ഉണ്ടാകും, അള്ളാഹുവിന്റെ നോട്ടമുണ്ടാകും, അതിൽ പക്ഷപാതിത്വങ്ങളൊന്നും വേണ്ട. അപ്പൊ ഇവിടെ ആ ഒരു ഒത്തൊരുമയുണ്ട്, ഇവിടെ ആ ഒരു സ്നേഹബന്ധമുണ്ട്. അത് അള്ളാഹു നിലനിർത്തട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ആരാണ് എന്റെ കൂട്ടുകാരെന്ന് എല്ലാവരും പരസ്പരം നോക്കിക്കൊള്ളട്ടെ. ആരാണ് എന്റെ സുഹൃത്ത് എന്ന് നോക്കിക്കൊള്ളട്ടെ. ഇല്ലെങ്കിൽ
നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പരാജയത്തിന്റെ പടുകുടിയിലായിരിക്കും അവൻ ചെന്ന് വീഴുക. നിരന്തരം കണ്ടുപിടിക്കുന്നവനാണ് നിന്റെ കൂട്ടെങ്കിൽ, കണ്ടുപിടിക്കുന്നവനാണ് നിന്റെ കൂട്ടെങ്കിൽ അറിയാതെ നീയും അവരിലേക്ക് ചേർന്നു പോകുന്നതാ. ചാരിയാൽ ചാരിയത് മടക്കുമെന്ന് പറയുന്ന പോലെ അറിയാതെ സഹോദരങ്ങളെ നമ്മളും അതിലേക്ക് വീണു പോകുന്നതാ. അതുകൊണ്ട് ഒരിക്കലും പാടില്ല. ആരാണ് എന്റെ കൂട്ടുകാരൻ, എന്നോടൊപ്പം എപ്പോഴും നടക്കുന്നവനാരാ, എന്നോടൊക്കെ എപ്പോഴും സംസാരിക്കുന്നവനാരാ, എന്നോടൊക്കെ എപ്പോഴും യാത്ര ചെയ്യുന്നവനാരാ, അങ്ങനെയുള്ള സുഹൃത്തുക്കളെ പരിശോധിച്ചിട്ട് നല്ലവരെ തിരഞ്ഞെടുക്കുക. മോശക്കാരോട് ഉപദേശം കൊടുക്കുക, എന്നിട്ട് അവരെ മാറ്റിവെക്കുക. മോശക്കാർക്ക് ഉപദേശം കൊടുക്കണം. എല്ലാവരും വലിയ സ്വാലിഹ്യങ്ങളാണെന്നല്ല പറഞ്ഞത്. ചെറിയ ചെറിയ ദുർഗുണങ്ങളൊക്കെയുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ ദുർഗുണങ്ങളൊക്കെ ഉള്ള യുവാക്കൾ ഉണ്ടാകും. പിന്നെ കള്ളുകുടി എന്നത് ചെറിയ ദുർഗുണമല്ല. ചില ആൾക്കാർ പറയും ഞാൻ അങ്ങനെ വലിയ ദുശീലമൊന്നുമില്ല, വല്ലപ്പോൾ ഒരു വെള്ളിയാഴ്ച രാവിലെ ഇച്ചിരി കുടിക്കുന്നു, വെള്ളിയാഴ്ച രാവിലെ തന്നെ തിരഞ്ഞെടുക്കുന്നില്ല. ഇംഗ്ലീഷ് ലഹനത്തുള്ളവരെ അങ്ങനെയാണ് തന്ത്രം ചെയ്യുക. മലപ്പുറം ജില്ലയുടെ മഞ്ചേരിയുടെ സ്റ്റേഡിയം ഉദ്ഘാടനം നടന്ന റബീഉൽ അവ്വൽ 12-നാണ്. വേറെ ഒരു ദിവസവും കിട്ടാത്തത് കൊണ്ടല്ല, ഇബ്ലീസ് ലഅനത്തുല്ലാഹിലെ അങ്ങനെ ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ യുവാക്കളൊക്കെ പറയും ഉസ്താദെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയില്ല ഉസ്താദെ, കേൾക്കുമ്പോൾ മനസ്സ് വേദനിക്കാം, നമ്മളൊക്കെ മഞ്ചേരിയിലുള്ളവരാണ്, അതുകൊണ്ട് പറഞ്ഞതല്ല. അങ്ങനെ പറഞ്ഞു കേൾക്കാൻ വരുന്ന അവരല്ലല്ലോ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുന്നത്. അവർക്ക് ഇതിനോട് താല്പര്യമില്ലല്ലോ. അങ്ങനെയുള്ളവർ അല്ലാഹു തആല നാടിനെ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ നമുക്ക് വലിയ വലിയ സമ്മാനങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ കിട്ടും. മോശമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ അല്ലാഹുവിന്റെ കോടതിയിലല്ല, ഇവിടെ വെച്ച് തന്നെ ചിലപ്പോൾ സമ്മാനം കിട്ടും. ചിലപ്പോൾ പോലീസിന്റെ കിട്ടും, ചിലപ്പോൾ നാട്ടുകാരിൽ നിന്ന് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കണം. നല്ല ബന്ധങ്ങൾ എപ്പോഴും ഉണ്ടാക്കണം. ഇവിടെയും എടുത്തു കാണിക്കാൻ പറ്റുന്ന നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം. ആ ബന്ധത്തിലൂടെ ഉന്നതമായ നേട്ടത്തിലേക്ക് അൽഹംദുലില്ലാഹ് എത്തണം. സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് നിൽക്കുന്ന, എന്റെ സുഹൃത്തില്ലാതെ എനിക്ക് സ്വർഗം വേണ്ടെന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാകാൻ എവിടെ എന്റെ കൂട്ടുകാരനല്ല. ഈ സ്വർഗത്തിൽ ഞാൻ സുന്ദരമായ സുഹൃതം ആസ്വദിക്കുമ്പോൾ എന്റെ കൂട്ടുകാരൻ ഇവിടെ ഇല്ലേ പടച്ചവരെ, അവനില്ലാതെ എനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ബന്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെയാ ചിന്തിക്കാറുള്ളത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, എത്ര കൂട്ടുകാരുണ്ട് നിങ്ങളെ കുറിച്ച് അങ്ങനെ പറയുന്ന എത്ര കൂട്ടുകാരുണ്ട്? ഒന്ന് എഴുതി നോക്കൂ. ഇന്ന് പ്രഭാഷണം കിട്ടുന്ന വീട്ടിലേക്ക് പോയി ഡയറി എടുക്കുകയാണ്. 2014 ഡയറി എടുത്തിട്ട് പേരെടുക്കുന്ന ഒരു പേജ് അങ്ങോട്ട് മറിച്ചിട്ട് 1 എന്ന് നമ്പർ ഇടുകയാ. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരനെ എഴുതി വെക്കുകയാ. 2 നമ്പർ ഇടുന്നു, വീണ്ടും എഴുതുകയാ. അങ്ങനെ എഴുതുമ്പോൾ ഈ മനസ്സുകൊണ്ട് ചിന്തിക്കണം, ഒരു വക്കത്ത് നിസ്കാരം പോലും കലാകാത്ത കൂട്ടുകാരനാണോ, കണ്ണുപിടിക്കാത്ത കൂട്ടുകാരനാണോ, പെണ്ണുപിടിക്കാത്ത കൂട്ടുകാരനാണോ? അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തിലേക്ക് ഇവൻ കടന്നു ചെന്നിട്ട് ഞാനില്ലെങ്കിൽ ഇവിടെ എന്റെ കൂട്ടുകാരൻ എവിടെ ഇന്ന് വിളിക്കുന്ന രീതിയിലേക്ക് അല്ലാഹു ഇവനെ അനുഗ്രഹിച്ചിട്ടുണ്ടോ ഇന്ന് ചിന്തിച്ചുകൊണ്ട് സഹോദര ആ കൂട്ടുകെട്ടിനെ ഉറപ്പിക്കുക. ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണെങ്കിൽ പോലും ഒരു സുഹൃത്തിനെ പോലെ, ഒരു കൂട്ടാളിയെ പോലെയാണ് ഉസ്താദിനോട് ഞാൻ ഇടപെടുന്നത്. എന്റെ കൂട്ടുകാരനാ, എന്നിലൂടെ ഉസ്താദിന്റെ രക്ഷയെക്കാളേറെ ഞാൻ ആഗ്രഹിക്കുന്നത്. ആയിരക്കണക്കാരെ ശിശുഗണങ്ങളെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ടവരോട് ഈ പാവപ്പെട്ടവരുള്ള ഒരു രക്ഷയുടെ വഴിയാണ് ഞാൻ തേടുന്നത്. അതിനുവേണ്ടി നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കുക, നല്ല കൂട്ടുകാരെ ഉണ്ടാക്കുക. പണമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന, അധികാരമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന, സന്തോഷമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന, കപടതയുടെ കാഠിന്യ മുഖവുമായി കടന്നു വരുന്നവരെ വലിച്ചെറിയുക. സങ്കടത്തിലും സന്തോഷത്തിലും സല്ലാപത്തിലുമല്ല ഒരുമിച്ച് നിൽക്കുന്ന സുഹൃത്തുക്കളോട് തോട് ചേർന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാം. എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കുക, ഇവിടെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളുണ്ടല്ലോ. ഒരു ശബ്ദം ശ്രമിക്കാതെ കസേരയിൽ പോലും ഹൈന്ദവരുണ്ടല്ലോ. അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഋഗ്വേദം എന്ന് പറയുന്ന വേദമുണ്ട്. ഋഗ്വേദം അതിന്റെ ഏറ്റവും അവസാന വാക്യമായി പറയുന്നത് യമാന വസ്തുവോ മനോ യഥാ വസ്തു സഹാസ്തി എന്നാണ്. യമാന വസ്തുവോ മനോ യഥാ വസ്തു സഹാസ്തി. ഒരമ്മ വെച്ച മക്കളെ പോലെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. ഒരമ്മ വെച്ച മക്കളെ പോലെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. അവർക്കൊക്കെ പഴയതുപോലെയല്ല, ചെറിയ ചെറിയ ഒത്തൊരുമയും ഒക്കെ അവർക്ക് കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് മാത്രം അതില്ലാത്തത്. നമ്മൾ ഏതെങ്കിലും ഒരു മുസ്ലിയാർ പള്ളിയിൽ നല്ലൊരു ഹദീസ് പ്രസംഗിച്ചാൽ അപ്പോഴേ ചെറുപ്പക്കാരൻ എണീക്കും, റൂമിൽ വരും. പിന്നെ ഉച്ചക്ക് പറഞ്ഞത് ബുഖാരിയിലുണ്ടോ?
എന്ന് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാരൊക്കെ കള്ളന്മാരാണ്, നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴേ ഒരു സത്യം പറയുള്ളൂ എന്നുള്ള രീതിയിലേക്കാണ് ചിന്തകൾ പോവുക. ക്ഷേത്രത്തിലും ക്രിസ്ത്യൻ ചർച്ചിലൊന്നും ഇന്ന് അങ്ങനെയല്ല. ഒരു പൂജാരി പറഞ്ഞാൽ, ഒരു ഫാദർ പറഞ്ഞാൽ, ഒരു പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർ അംഗീകരിക്കും. അവർക്ക് പണം ചെലവഴിക്കാൻ അറിയാം, ഇങ്ങനെയാണ് പണം ചെലവഴിക്കേണ്ടതെന്ന് അറിയാം. എത്രയെത്ര ക്രിസ്ത്യൻ കോളേജുകളിൽ, ക്രിസ്ത്യൻ സ്കൂളുകൾ, അല്ലെ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ, അവിടെയല്ലേ നമ്മുടെ മക്കൾ, പലരുടെയും മക്കൾ പഠിക്കുന്നത് അവിടെയാണ്. അവർക്ക് പണം എങ്ങനെ ചെലവഴിക്കണമെന്നറിയാം. നമുക്ക് ഇച്ചിരി പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴേ കുറെ കല്ല് മണ്ണ് ഇറങ്ങിയിട്ട് പള്ളിയേക്കാളും 4 നേരം വീടും കൊണ്ട് വെച്ചിട്ട് അതിന്റെ മുമ്പിൽ തബാറക്ക് മനസ്സിൽ, മുബാറക്ക് മനസ്സിൽ, മാഷാ അല്ലാ, തബാറക്ക് അല്ലാ, തവക്കൽത്തുൽ അല്ലാ എന്നൊക്കെ എഴുതി അങ്ങോട്ട് വെച്ച് വലിയൊരു കൊട്ടാരവും വയ്ക്കും. വീട് വേണ്ടെന്നല്ല, ആവശ്യത്തിനുള്ള വീടും 2 നിലയായാലും 3 നിലയായാലും നമ്മുടെ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന, അതിന് കിടന്നു എന്ന് തോന്നാത്ത വീടൊക്കെ വെക്കാം. പക്ഷെ അത് ആദ്യം കാശ് കിട്ടിയോന്നെ അതിനെ തന്നെ കൊണ്ട് ഇറങ്ങരുത്. നമുക്കതൊക്കെ അറിയുള്ളൂ. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ കാര്യം, സമുദായത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വലിയ താല്പര്യം കൊടുക്കലില്ല. പക്ഷെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിലൂടെ ഒരു പുരോഗമനം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ വിജയിക്കും. ഇവിടെ അടുത്തൊക്കെ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ക്ഷേത്രത്തിലൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് പൂർണ്ണമായ വിജയമാണ്. ഈ ഇത്രയും വിശാലമായ പറമ്പിൽ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ ഒരുമിച്ചിരുന്ന കരുവാഞ്ചേരി പറമ്പിലെ സഹോദരങ്ങളോട് പറയുന്നു, ഇൻഷാ അല്ലാഹ് നന്മയുടെ വിളനിലമായി നിങ്ങളുടെ മഹല്ല് മാറാൻ പോവാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങളൊക്കെ അത് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അവിടെ പോയാൽ ഇരിക്കാൻ പറ്റുമെന്നൊക്കെ ആശങ്കയുണ്ടായിട്ട് ഈ സദസ്സിലേക്ക് അവർ വന്നിരുന്നു എന്നറിയുമ്പോൾ മനസ്സിന്റെ അകത്ത് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്, മനസ്സിന്റെ അകത്ത് വല്ലാത്ത തൃപ്തി തോന്നുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൽ കൂട്ടുകാർ മാത്രം മതി. ഇവിടത്തെ കൂട്ടുകാർ തന്നെ സ്വർഗത്തിൽ നമുക്ക് കൂട്ടുകാരായി കിട്ടും. നല്ല കൂട്ടുകാരാണ്. ഇനി അതിനെ കൂടാതെ കൂട്ടുകാരെ പോലെ നമ്മോടൊത്ത് അള്ളാഹു തരുന്ന, നമ്മോടൊത്ത് അള്ളാഹു നിർത്തുന്ന മറ്റൊരു വിഭാഗമാണ് എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിന്റെ അകത്ത് പാരായണം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖൽബുൽ ഖുർആൻ സൂറത്ത് യാസീൻ, ഖുർആനിന്റെ ഹൃദയമാകുന്ന യാസീൻ ഉണ്ടല്ലോ, മനുഷ്യ ശരീരത്തിന് ഹൃദയത്തിനോട് എത്രമാത്രം ബന്ധമുണ്ടോ, ആ ഹൃദയത്തിന് എന്തുമാത്രം സ്ഥാനമുണ്ടോ, അതുപോലെ സ്ഥാനമാണ് ഖുർആനിലെ യാസീനിനുള്ളത്. ആ യാസീൻ നിരന്തരം ഓതി വരുമ്പോ കാണാം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഹും അസ്വാജുഹും, അവരും അവരുടെ ഇണകളും, അവരും അവരുടെ ഭാര്യമാരും അവരുടെ ഇണകളും അലല്ലറായിക്ക് മുത്തക്കിയോ, സർവ്വലോകത്തിലെ സുന്ദരനാട ചാരകസേനകളിൽ ആട്ടുപൊട്ടികളിൽ നിന്നുകൊണ്ട് ഉല്ലസിക്കുന്നവരാണ്. ലഹും ഫീഹാ മാ യബ്തഊൻ, അവർക്ക് ഒരുപാട് സുഖങ്ങളും ഭക്ഷണങ്ങളും സുഖലോലുമാ സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ എന്ത് ആഗ്രഹിക്കുന്നതോ അത് മുഴുവനും പടച്ചവൻ അവർക്ക് കൊടുക്കുന്നതാണ്. ഇണകളോടെ തിരിക്കുമ്പോ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നും ചിലപ്പോ. ഭാര്യയുടെ അടുത്ത് തിരിക്കുമ്പോ, അല്ലെ, നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ ആദ്യം വെള്ളം തരുന്നത് എന്തിനാ? അതങ്ങനെയാണ്. ഭാര്യയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുമ്പോൾ ഒരു സുഖ. ഇപ്പോഴും അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് എന്റെയൊക്കെ ഉപ്പ പാടത്ത് പറമ്പിലൊക്കെ പണിക്ക് പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോ വിയർപ്പ് തുടയ്ക്കാനൊരു തോർത്ത് ഉമ്മ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെക്കും. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളവും ഉപ്പാക്ക് ഇങ്ങനെ കൊടുക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാർ എത്ര ജോലി കഴിഞ്ഞ് വന്നാലും താത്ത മറ്റേ മുമ്പേ എണീക്കില്ലല്ലോ, ഇങ്ങനെ ഇരിക്കല്ലേ, അല്ലേ? ഇക്കങ്ങനെ വന്നിട്ട് എടീ എവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് കഴിക്കൂ എല്ലാം. വൈകുന്നേരം പിന്നെ പശുവിന് ഈ പിണ്ണാക്ക് കലക്കി വെക്കുന്ന പോലെ ഓഴ്സ് കലക്കി വെച്ചിട്ട് എടുത്ത് കുടിക്കൂ. ഒന്നും എടുത്തങ്ങോട്ട് കൊടുക്കലില്ല. അടുത്ത് പോയിരുന്ന് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്ത് ഇച്ചിരി കൂടെ ഇട്ട് തരട്ടെ ഇക്കാതെ ചോദിച്ച്, ഈ കറി കൂടെ ഇച്ചിരി കഴിച്ചെന്ന് ചോദിച്ച് ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചെന്ന് അങ്ങനെ പറയുമ്പോൾ വെറുതെ പറഞ്ഞാൽ മതി. എടുത്തു വരുന്നത് ഭർത്താവിന് വലിയ സന്തോഷമാണ്. ഒരു ചെമ്പ് ബിരിയാണി നിന്നതിനേക്കാളും സുഖം ഒരു പിടി ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടും. ആ സ്നേഹം ഇവിടെ ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു തആല നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ തൗഫീഖ് തരട്ടെ. സഹോദരിമാരെന്ന സ്നേഹവും ബന്ധുവൊക്കെ പഠിക്കുന്നത് സീരിയലിലൂടെയും സിനിമയിലൂടെയും നോവലുകളിലൂടെയുമാണ്. വളരെ ശ്രദ്ധിക്കണം, അത് നിങ്ങളെ അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കും. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു സഹാബത്തിനോട്, ഇണകളോടൊത്ത് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും. ഇണകളെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഇണകളെ നിങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിൽ തരും. ഇവിടത്തെ ഭാര്യമാരെ തന്നെ എനിക്ക് സ്വർഗത്തിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കാൻ പറഞ്ഞാൽ കരുവാഞ്ചേരി പറമ്പിൽ എത്ര ഭർത്താക്കന്മാര് വെക്കും?
ഇവിടുത്തെ ഭാര്യമാരെ തന്നെ എനിക്ക് സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്കാൻ പറഞ്ഞു. ഒന്നാമത് തന്നെ ഉസ്താറെ, ഈ സ്വർഗസ്ത്രീകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളുണ്ടല്ലോ രാത്രിയൊക്കെ ഭയങ്കര നിസ്കാരം, അള്ളാഹു ഇത് കഴിഞ്ഞിട്ട് നാളെ ആഖിറത്തിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഈ പുൽപ്പള്ളി തന്നെ കിട്ടാനാണെങ്കിൽ പിന്നെ ഇത്തിരി ഉറക്കൊഴിഞ്ഞ് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ ത്യാഗം ചെയ്ത് ഉറക്കൊഴിഞ്ഞതും എല്ലാം ചെയ്യേണ്ട കാര്യമുണ്ട്. അവർക്കുള്ള മുൻപല്ലിന്റെ ലെങ്കൽ കണ്ട് ജിബിരിയിൽ പോലും അമ്പരന്നിട്ടുണ്ട്. അല്ലാഹുവേ, സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ മുഖത്തിന്റെ പുഞ്ചിരി കണ്ടിട്ട്, അവരുടെ പല്ലിന്റെ പ്രകാശം കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പോലും അത്ഭുതപ്പെട്ടു പോകുന്ന ചരിത്രം പറയുമ്പോ, എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരങ്ങളെ, ആ സ്വർഗത്തിലെ സുന്ദരികളായ സഹോദരിമാരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന, അർറഹ്മാനിലൂടെ വാക്കയിലൂടെ പറയുന്ന സ്വർഗലോകത്തെ സുന്ദരികളായ ഹൂറിങ്ങളുണ്ടല്ലോ, ആ കണ്ണ് നമ്മൾ ഇന്ന് വരെ കാണാത്ത കണ്ണാണ്, ആ മുഖം നമ്മൾ ഇന്ന് വരെ കാണാത്ത മുഖമാണ്. അല്ലാഹുവേ, വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സുന്ദരികളായ സഹോദരിമാരാണ്. മാണിക്യ കണ്ണുകളായ മരതക മാണിക്യ മുത്തുകളെ പോലെ നിർമ്മിതമായ ആ സുന്ദരികളായ സഹോദരിമാരെ, ആ സുന്ദരികളായ ഹൂറിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നതാ. ദുനിയാവ് മറന്നുകൊണ്ട് പടച്ചവന് വേണ്ടി പോരാട്ട വീര്യത്തോടെ മത്സരിച്ചു പോയ മഹാനാണ് സൗദി റളിയല്ലാഹു തആല അവനെ കബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ, കബറിന്റെ മുകൾ ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് നിൽക്കുമോ, തരുമോ സൗദിന്, ആ സൗദിനെ എനിക്ക് തരുമോ, ഞാനൊരു മുത്തക്കൊടുക്കട്ടെ, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹോർലിങ്ങളെ സൗദി റളിയല്ലാഹുവിന്റെ കബറിന്റെ മുകൾ ഭാഗത്ത് മത്സരിച്ച ചരിത്രത്തിന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമല്ലോ. ആ ചരിത്രം പഠിച്ച സഹോദരങ്ങളെ, നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടോ, അല്ലാഹുവേ, ഇവിടത്തെ ഭാര്യമാരെ തരുമ്പോ സ്വർഗത്തിന്റെ ഭാര്യമാരെ എനിക്ക് നഷ്ടമാകുമോ? ഇവിടത്തെ ഭാര്യമാരെ തരുമ്പോ സ്വർഗത്തിന്റെ നഷ്ടമാവുമോ? സ്വർഗത്തിന്റെ നഷ്ടമാവുമെങ്കിൽ ഇവിടത്തെ എന്തായാലും വേണ്ട, ഇവിടത്തെ എന്തായാലും വേണ്ട. പെണ്ണ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം മനസ്സിനാണ് നാം ഇഷ്ടപ്പെടുന്നതെങ്കിൽ അൽഹംദുലില്ലാ, എത്ര കൊല്ലം കൂടെ ജീവിച്ചാലും നമുക്ക് ആ സൗന്ദര്യം നഷ്ടമായി എന്ന് തോന്നില്ല. പിന്നെ നിന്റെ കണ്ണാണ് എന്നെ ആകർഷിച്ചത്, നിന്റെ ചുണ്ടാണ് എന്നെ ആകർഷിച്ചത് എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ കല്യാണം കഴിച്ചതെങ്കിൽ 2-3 മക്കളെയൊക്കെ പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ചെറിയ അകൽച്ചയൊക്കെ തോന്നും. പിന്നെ ഉപ്പാപ്പ തോന്നും, ഒന്ന് ഫേസ്ബുക്ക് തുടങ്ങിയാലോ, അപ്പോഴാണ് തോന്നുന്നത്, ഒന്ന് ഗൂഗിളിൽ കയറിയാലോ എന്ന് അപ്പോഴാണ് തോന്നുന്നത്. ഈ തോന്നല് വരുന്നത് വലിയ അപകടമാണ്. ആ തോന്നല് വരുത്താതിരിക്കേണ്ടത് ഉമ്മമാരുടെ സഹോദരിമാരുടെ കഴിവാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം. എത്രയോ സഹോദരിമാർ പറഞ്ഞിട്ട്, പണ്ടൊരു കഥാപ്രസംഗം അയാൾ പാടിയതുപോലെ, പണ്ട് ഞാൻ ഈ മക്കളെ തന്തയ്ക്ക് മധുരപ്പനം ചക്കര 3 തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കരിഞ്ഞ കൊപ്പര. പണ്ട് ചക്കര, ഇപ്പൊ കൊപ്പറ. കൊപ്പറ എന്ന് പറഞ്ഞ തേങ്ങ. ഇവിടെ ഇഷ്ടം പോലെ തെങ്ങുണ്ടല്ലോ. തേങ്ങ ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ ചുരണ്ടിയെടുത്ത് അതിനെ ഉണക്കാനിട്ട് അത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ്. വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ കരിഞ്ഞു പോയി, അതാണ് കൊപ്പറ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞത്. അതുപോലെയായി ഇന്നെന്റെ അവസ്ഥ. ചക്കരയായിരുന്നു പണ്ട്, ഇന്ന് എന്റെ അവസ്ഥ ഇങ്ങനെയായി എന്ന് ഒരു പെണ്ണ് സങ്കടത്തോടെ പറയുന്നത്. പണ്ടാരോ പറഞ്ഞതുപോലെ എന്റെ സഹോദരങ്ങളെ ആകരുത് നമ്മുടെ ജീവിതം. 99 വയസ്സായാലും സ്നേഹത്തിന്റെ പ്രതീകമായി നമ്മൾ മാറണം. 90 വയസ്സുള്ള ഉപ്പ പള്ളിയിൽ പോയിട്ട് കണ്ടില്ലെങ്കിൽ ഉമ്മാമ്മയുടെ മെസ്സേജ് എന്തായിരിക്കണം? ഐ മിസ് യുടാ എന്നായിരിക്കണം. കണ്ടില്ലല്ലോ, എവിടെയാ, ഞാൻ എപ്പോഴേ കാത്തിരിക്കാൻ. ഒരു സ്നേഹമാണ്, ശാരീരിക ബന്ധമല്ല സ്നേഹമെന്ന് പറയുന്നത്. അല്ല, ഇത് വല്ലാത്ത രത്നമാണ്. അതുകൊണ്ട് ഈ ഭാര്യമാരെ തന്നെ അള്ളാഹു സ്വർഗത്തിൽ തന്നാലും നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടത്തെ പോലെ കണ്ണായിരിക്കൂല. എല്ലാം അള്ളാഹ് മാറ്റി ഫിറ്റ് ചെയ്യാൻ, കണ്ണൊക്കെ മാറ്റി പല്ലൊക്കെ ഇളക്കി മെയിൻ്റെനൻസ് പണിയല്ല, ഫുള്ള് മാറ്റുക. ചില വണ്ടി പുതുക്കി ഇറക്കൂല, പുതിയ പെയിന്റൊക്കെ അടിച്ച്, അതുപോലെ ഫുള്ള് മാറ്റുക. 1-2 കാര്യങ്ങൾ മാത്രമല്ല, ഫുള്ള് മാറ്റിയിട്ട് പുതിയ സുന്ദരി കുട്ടി അതിന്റെ കയ്യിലേക്ക് തരും. പിന്നെ അവൾക്ക് പ്രസവമില്ല, പിന്നെ അവൾക്ക് ശാരീരികമായ അശുദ്ധികളില്ല, പിന്നെ അവൾക്ക് വല്ലാത്ത ക്ഷീണമില്ല, പിന്നെ അവൾക്ക് ദുർഗന്ധമില്ല. അതുകൊണ്ട് ഇവിടത്തെ സുന്ദരിയെ തന്നെ അവിടെ തരുന്നതാണ്, ഇവിടത്തെ സുന്ദരിയെ തന്നെ അവിടെ തരുന്നതാണ്. ദുആ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുക്കുന്നു, ഇവിടത്തെ ഭാര്യ എനിക്ക് അവിടെ കിട്ടണം. അടുത്ത ലിസ്റ്റ് ഭാര്യ എഴുതി കൊടുക്കുന്നു, ആദ്യം ചെയ്ത ദുആ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 1500 രൂപ. എനിക്ക് കൂടെ വേണ്ട ഉസ്താദ്, ഇവിടെ തന്നെ അയാൾ സമാധാനം തരില്ല. അങ്ങനെയാവരുത്, അങ്ങനെയാവരുത്. വേണം നല്ല സ്നേഹവും നല്ല ബന്ധവും. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചതാണ്, സ്വർഗത്തിലും
എന്റെ ഭാര്യയായിട്ടിരിക്കാൻ നിനക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവള് പറഞ്ഞു പ്രസംഗത്തിന് പോകില്ലെങ്കിൽ ഓക്കെ. ശരിയല്ലേ? എന്റെ സ്വർഗത്തിനായിട്ട് നരകത്തിനായിട്ട് എന്റെ കാര്യമുണ്ട്. കാരണം ആള് വീട്ടിൽ വേണ്ടേ, വെറുതെ എങ്ങനെ നടന്നാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്രസംഗത്തിനൊന്നും പോകില്ലെങ്കിൽ എനിക്ക് നിങ്ങൾ മതി. പ്രസംഗത്തിന് പോയി ഞാൻ ഒരാളെ മാറ്റിച്ചോട്ടുള്ള പരിപാടിയാണ്. അതങ്ങനെയാണ്. പെണ്ണിന്റെ മനസ്സിൽ ഭർത്താവ് എന്ന് പറയുന്നത് എപ്പോഴും കൂടെ നിൽക്കുക, എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ ആഴ്ചയിലെ പരിപാടികൾ ഫുള്ള് ക്യാൻസൽ ചെയ്ത് മാറ്റിവെക്കാൻ പോയതാ. പക്ഷേ പൊട്ടച്ചിറ അൻവരി ആറബി കോളേജ് 1-2 എന്തൊരു പരിപാടിയായിരുന്നു. ഇന്ന് വരെ പൊട്ടച്ചിറയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല. യൂസുഫ് ഉസ്താദ് ആദ്യമേ 7 കൊല്ലം പണ്ടവിടെ ഇരുന്നത്, അന്ന് നടന്നിട്ടില്ല, ഇപ്പോഴും നടന്നിട്ടില്ല. പക്ഷെ ഇപ്പോ ആ സദസ്സിന്റെ അധ്യക്ഷനും ബഹുമാനപ്പെട്ട നമ്മുടെ യൂസുഫ് ഉസ്താദായിരുന്നത്. എന്തൊരു ജനക്കൂട്ടമായിരുന്നു അവിടെ. ഹിഫ്ള് കോളേജിന് വേണ്ടി 1 കോടി രൂപ ജനങ്ങൾ മനസ്സറിഞ്ഞ് പൊട്ടിച്ചിതറിയിൽ പൊട്ടിച്ചിതറിയിട്ട് അൽഹംദുലില്ലാഹ് അവർ കൊടുക്കാണ്, സന്തോഷത്തോടു കൂടി കൊടുത്തു. അപ്പൊ 2-ാം തീയതിയാണ് ആദ്യം ഇവിടെ കൊടുത്തിരുന്നത്. ഉസ്താദ് വിളിച്ച് പറഞ്ഞിട്ട് അത് മാറ്റിയിട്ട് വേറൊരു ദിവസം തന്നെ പെട്ടെന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നൊന്നേരൊക്കെ വീട്ടിൽ പോകാനുള്ളതാണ്, അതങ്ങനെ മാറി ഇന്നത്തെ ദിവസമായി. വീട്ടിൽ പോകാനുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പൂർണ്ണ ഗർഭവതിയാണ്, ഏത് സമയവും പ്രസവം നടക്കാം, ആ രീതിയിലാണ് നിൽക്കുക. അപ്പോ കാവലേൽപ്പിക്കാൻ പൊട്ടച്ചിറ ബീവിയും വീരാനൗലിയായും അജ്മീറും ഒക്കെ അവരുടെ നേതൃത്വത്തിൽ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ, നിങ്ങളൊക്കെ ദുആരക്കണം. എപ്പോഴും വിളിച്ചാലും സങ്കടമാണ്. ഇന്നവിടെ മലപ്പുറത്താണ്. അപ്പൊ ഞാൻ ആലോചിക്കും, മലപ്പുറത്തുനിന്ന് വീടെത്തണമെങ്കിൽ 8 മണിക്കൂർ ഇങ്ങനെ കൂട്ടും. അപ്പൊ ടെൻഷൻ ഇങ്ങനെ കൂടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദുആരക്കണം. നിങ്ങൾ ഈ നാട്ടുകാരായതുകൊണ്ട്, ഗ്രാമപ്രദേശത്തുകാരായതുകൊണ്ട് നിങ്ങളുടെ ദുആഇന് ഇത്തിരി എളിമത്തം കൂടും, ഇത്തിരി ഇഖ്ലാസ് കൂടും. കാരണം ടൗണിലേക്ക് ഇറങ്ങുമ്പോഴാണ് അഹങ്കാരമൊക്കെ മനുഷ്യന് വരിക, പണമൊക്കെ ഇത്തിരി പവറൊക്കെ വരും. ഇപ്പൊ ഈ ഗ്രാമത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി വിനയവും എളിമത്തൊക്കെ കൂടും. അപ്പൊ ആ എളിമത്തിൽ നിന്ന് ഈ പാവപ്പെട്ടവരെ മറക്കാതെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു തആല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അസ്വാജുഹും ഫീ ദിലാലിൻ അലല്ലാഹികി മുത്തഖിഊൻ. പ്രിയപ്പെട്ട ഇണയോടൊത്തിരിക്കുമ്പോ എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, അലല്ലാഹികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ഊൻ. അവർക്ക് അല്ലാഹു സുഭിക്ഷമായ ഫലവർഗ്ഗങ്ങൾ എങ്ങനെ കൊടുക്കുകയാ, കഴിച്ചുകൊള്ളുക. സ്വർഗത്തിലെ മാമ്പഴമുണ്ടല്ലോ, ഇരുമ്പുടിയിൽ കിട്ടുന്നത് പോലെയല്ല, കരുവാഞ്ചേരിയിൽ കിട്ടുന്ന പോലെയല്ല, മലപ്പുറത്തെ പൂച്ചാവിൽ നിന്ന് വാങ്ങുന്നത് പോലെയല്ല. സ്വർഗത്തിലെ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, മരുന്ന് വെക്കാത്തതാ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നീ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് എത്രയോ വിഷം കലർത്തിയ ഭക്ഷണ സാധനങ്ങളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോ ശരീരത്തിലേക്ക് വിഷം കലരാതിരിക്കാൻ, സിഹർ മാറയച്ച ഭക്ഷണം കഴിക്കുമ്പോ പോലെ ആ സിഹർ നിങ്ങളുടെ ശരീരത്തിൽ പടരാതിരിക്കാൻ മഹാന്മാർ സൂറത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഓതിക്കൊണ്ട് അത് കഴിച്ചാൽ മതി, ഒന്നും നിന്റെ ശരീരത്തേക്കില്ല. അത് ആ സൂറത്ത് ഓതിയിട്ട് കഴിച്ചാൽ മതി. സ്വർഗത്തിലൊന്നും ആവശ്യമില്ല, കിട്ടുന്നതൊന്നും കഴിയും. പക്ഷെ ഇവിടെ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഓതി നമ്മളെ വശത്താക്കാനുള്ളതാണെന്ന് സംശയം തോന്നിയാൽ ഈ സൂറത്ത് ഓതിയിട്ട് കഴിക്കണം. അങ്ങനെ എത്ര സൂറത്ത് ഓതിയിട്ടാണ് നമ്മളൊക്കെ പ്രസംഗിക്കണമെന്ന് അറിയോ? ഭയങ്കര പ്രശ്നമാണ്. സാഹചര്യങ്ങള്, ആസ്വദികൾ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ഈ സൂറത്ത് ഓതിയാൽ മതി. ഇന്ന് ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് നിങ്ങൾ പഠിപ്പിച്ചില്ല, ഇപ്പൊ പഠിപ്പിച്ചില്ല, ഇപ്പം പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് അത് നമ്മളെ വാത് കഴിഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിയാൻ നേരത്ത് ആ സൂറത്ത് പറഞ്ഞു തരും. അതെല്ലാവരും ജീവിതത്തിലൂടെ ഇൻഷാ അല്ലാഹ് പ്രാവർത്തികമാക്കണം. ചില സ്ഥലത്തൊക്കെ ചില സഹോദരിമാര് ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അവർ പറയും, ദൈനപാടെ വീട്ടിൽ ഞാൻ പോവില്ല, കാരണം എന്താ, അവൾ കൈവിഷം കൊടുക്കുന്നവളാണ്. വെള്ളത്തിൽ ഓതുന്ന ഭക്ഷണത്തിൽ ഓതി മയക്കിയെടുക്കുന്ന ചില സ്വഭാവം. ചില ഭാര്യമാര് ഭർത്താക്കന്മാര് പരസ്പരം വഴക്കിടുമ്പോ പറയും, എടി നിന്നെയാണെന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ നീ നിന്റെ ഉമ്മായും കൂടെ ഊതിയിട്ട് എന്നെ വശത്താക്കിയതാ, എനിക്ക് യഥാർത്ഥത്തിൽ നിന്നെ ഇഷ്ടമല്ലായിരുന്നു, നിന്റെ കണ്ണും മൂക്കൊക്കെ ചപ്പിയിരിക്കണമെന്നപ്പോഴേ ഇറങ്ങി വരാൻ പോലെ, പക്ഷെ മനസ്സിലെന്തോ ഒരു വട്ടം. അതിനാണ് കൈവിഷം എന്ന് ചിലരൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഒന്നും ഏൽക്കാതിരിക്കാൻ, യഥാർത്ഥ വിഷം പോലും ഏൽക്കാതിരിക്കാൻ ആ സൂറത്ത് ഓതിയാൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനം പഠിക്കും. അവസാനം വരെ ഇരുന്ന് കേട്ട് ആ സൂറത്തും പഠിച്ച് ആ ചെയ്ത് വെള്ളിയാഴ്ച രാവിലെ നമുക്ക് പിരിയാം. ഇല്ലേ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആപ്പിള് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുമല്ലോ, ആപ്പിള് സ്റ്റിക്കർ ഇളക്കി നോക്കിയാൽ മതി, അവിടെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്. ആ സ്റ്റിക്കർ ഇളക്കിയിട്ട് അവിടെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്, എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. മരുന്ന് കുത്തിവെച്ചിട്ട് അതിന്റെ മുകളിലാണ് ആപ്പിളിന്റെ സ്റ്റിക്കർ ഒട്ടിക്കുക. അല്ലെങ്കിൽ പിന്നെ ആപ്പിളിന് സ്റ്റിക്കർ ഒട്ടിക്കേണ്ട കാര്യം എന്താ? മൈഡി ചൈന എന്നറിയിക്കും, ഇത് ഉണ്ടാക്കണ സാധനമല്ലല്ലോ. അപ്പൊ അതിന് സ്റ്റിക്കറിന്റെ ആവശ്യം, അത് ഒട്ടിക്കുന്നത് ഇഞ്ചക്ഷൻ വെച്ച സ്ഥലം എന്ത് ചെയ്യരുത്,
അത് തുറന്ന് ആരും അറിയരുത്. അവിടെ മാത്രം ഇച്ചിരി കളർ വ്യത്യാസം ഉണ്ടാവും. അത് പ്രശ്നം. നമ്മളറിയില്ല. ഇതൊന്നും പാഴായി പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് കാലം ഫ്രൂട്ട്സ് കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൊട്ടേഷൻ തന്നാണെന്ന് കരുതരുത്. എല്ലാം കൂടെ പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞാണ് അള്ളാഹു കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. സ്വർഗലോകത്ത് സുന്ദരമായ സ്വർഗലോകത്ത് സുഭിക്ഷമായ ഭക്ഷണം അല്ലാഹുവർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് വേണമോ നിങ്ങളുടെ ഇണകളെ നിങ്ങൾക്ക് വേണമോ? എന്തൊരു സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് കാണിച്ചതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞതെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പമെങ്കിലും സ്നേഹക്കുറവുള്ള ആളായിരുന്നെങ്കിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ മറക്കുമായിരുന്നു. സുന്ദരികളായ ഭാര്യമാരെ കിട്ടുമ്പോഴും പ്രായം കുറഞ്ഞ ഭാര്യമാരെ കിട്ടുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ടവളായ ആദ്യ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ മറന്നില്ല. എന്ത് സുവിശേഷമായ ഭക്ഷണം കിട്ടുമ്പോഴും ഓർമ്മിക്കുകയാ, അല്ലാഹുവേ എന്റെ ഖദീജ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവേ എന്റെ ഖദീജ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവേ. ഇന്ന് അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പറയുമായിരുന്നു, എന്തിനേറെ മക്കയുടെ പരിപൂർണമായ വിജയം കഴിഞ്ഞപ്പോൾ മദീനത്തിൽ നിന്ന് മുത്തുനബിതങ്ങൾ മക്കത്തേക്ക് മടങ്ങി വരികയാണ്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബിതങ്ങൾ ഇങ്ങനെ വലത്തേക്ക് തിരിഞ്ഞു നോക്കുകയാ. തവാഫെല്ലാം കഴിഞ്ഞ് കഅബാലയത്തിന്റെ ഭാഗത്തിരുന്ന് എപ്പോഴും ഇങ്ങനെ വലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ സഹാബികൾ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയെ എന്തിനാണ് നബിയെ എപ്പോഴും വലത്തേക്ക് നോക്കുന്നത്? നബിതങ്ങൾ പറയുകയാ, എന്റെ ഖദീജ അവിടെയാണ് കീരിക്കുന്നത്, എന്റെ ഖദീജ അവിടെയാ കിടക്കുന്നത്. ജന്നത്തുൽ മുഅല്ലയിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവൾ കിടക്കുകയാ. എന്നോടൊപ്പം ഉണ്ടായിരുന്ന, എന്റെ കണ്ണീര് തുടച്ച, എന്റെ സങ്കടം മാറ്റിത്തന്ന, എന്റെ നൊമ്പരം മാറ്റിത്തന്ന, എന്റെ മനസ്സിന്റെ സങ്കടത്തിലും സല്ലാപത്തിലും കൂടെ നിന്ന എന്റെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹാ മക്കത്ത് ജനങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോഴും കല്ലെറിയുമ്പോഴും പൊട്ടിക്കറിയുന്ന എന്റെ മുമ്പിലേക്ക് വന്ന് കണ്ണീര് തുടച്ചുകൊണ്ട് ധൈര്യം തന്ന എന്റെ സഹധർമ്മിണിയെ ഖദീജ, ഒരു ഉമ്മയെ പോലെ, ഭാര്യയെ പോലെ, പെങ്ങളെ പോലെ സ്നേഹം തന്നവളെ ഖദീജ, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അടിച്ചു തന്നവളെ ഖദീജ. ഞാൻ എന്റെ ഖദീജ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹുവേ ശരീരം നിറച്ച ആഭരണങ്ങളാ, അത് മുഴുവനും പടച്ചറമ്പിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഖദീജയുടെ ശരീരത്തിലുണ്ടല്ലോ കഫംപടവ കൊണ്ട് പൊരിഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. തലമറയുമ്പോ കാല് പുറത്താണ്. ആ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രഭാഷകന്റെ പ്രസംഗത്തിന്റെ പവറിന് വേണ്ടി പറഞ്ഞതല്ല, ഒരു ചരിത്രകാരൻ എഴുത്തിന്റെ ഭംഗിക്ക് വേണ്ടി എഴുതി വെച്ചതല്ല. ആകാശം കരഞ്ഞുപോയ ദിവസമേ, ഭൂമി കരഞ്ഞുപോയ ദിവസമേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ശരീരത്തിന് കഫംപടവ വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അറേബ്യൻ മണ്ണിലെ ഇദ്ഖർഫുല്ലെന്നറിയപ്പെടുന്ന പുല്ല് കൊണ്ടുവന്നിട്ട് ആ കാൽപാദത്തിൽ വെച്ചിട്ട് കഫം പൊരിഞ്ഞു പോലെന്ന് ചരിത്രം പറയുമ്പോ എന്റെ ഖദീജ, നിന്നെ മറക്കാൻ കഴിയില്ല ഖദീജ, നിന്നെ മറക്കാൻ കഴിയില്ല ഖദീജ, എന്നോടൊപ്പം നിന്നവളെ ഖദീജ, എത്ര സുന്ദരത്തിന്റെ സൗകര്യം എനിക്ക് അല്ലാഹു തന്നാൽ നിന്നോടൊപ്പമുള്ള ജീവിതത്തിന്റെ സമയം ഞാൻ മറക്കില്ല ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മക്കയുടെ പരിപൂർണമായ വിജയത്തിന്റെ സമയത്ത് മടങ്ങി വന്നിട്ട് പറയുന്നു, ഖദീജ നീ മരിച്ചുപോയെങ്കിൽ ഖദീജ ഞാനെന്ന് പറയട്ടെ, ഇന്ന് മക്കക്കാർക്ക് വെറുപ്പില്ല ഖദീജ, അവര് സന്തോഷത്തിലാണ് ഖദീജ. വിധങ്ങൾ പറഞ്ഞു കൊടുത്തു പോരെങ്കിലും എന്റെ ഈ സ്വർഗത്തിന്റെ ആരാമത്തിൽ വന്നിരിക്കുന്ന എന്റെ കരുവാഞ്ചേരി പറമ്പിൽ സ്വർഗീയ വേദിയിൽ ഒരുമിച്ച് കൂടിയ എന്റെ ഭാര്യ ഭർത്താക്കന്മാരെ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കണ്ടേ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കണ്ടേ. എന്റെ പെങ്ങളെ നീ വിസ്മരിക്കണ്ട, നിന്റെ ഭർത്താവിന് ഇപ്പോഴുള്ള ഒരു കുറവുകളും അവിടെയില്ല. ഭർത്താവ് ദേഷ്യപ്പെടൂല, ഭർത്താവ് ചൂടാവൂല, ഭർത്താവ് പിണങ്ങൂല. സുന്ദര കൊട്ടപ്പനായി പടത്തമ്പുരാൻ ഒരുക്കി തരികയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിൽ നിന്റെ കൂട്ടുകാരിയായി, സ്വർഗത്തിൽ നിന്റെ കൂട്ടുകാരനായി ഭാര്യ ഭർത്താക്കന്മാരെ അല്ലാഹു ഒരുമിപ്പിക്കുന്നതാണ്. അവര് മാത്രം മതിയോ? അവര് മാത്രം മതിയോ? ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ കൂടെയായി, ഭാര്യമാര് കൂടെയായി, ഇനി ആരാ കൂടെ നിൽക്കേണ്ടത് സ്വർഗത്തിൽ? അല്ലാഹുവേ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽച്ചോട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മുത്തുനബിയെ കരുവാകേരി പറഞ്ഞു
കണ്ടില്ലേ? ഉമ്മ പ്രസവിക്കാത്ത മക്കൾ ഇവിടെ ഇല്ലല്ലോ, ഉമ്മ മുത്തം തരാത്ത മക്കൾ ഇവിടെ ഇല്ലല്ലോ. ഉമ്മ സ്വപ്നം കണ്ടുകൊണ്ട് വളർത്തിയെടുത്ത പൊന്നോമന മക്കളേ നിങ്ങളെല്ലാം. ആ ഉമ്മ വേണ്ടേ നമ്മളോടൊത്ത് സ്വർഗത്തില്? നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ അല്ലാഹുവിനോട് പറയണമല്ല, എന്റെ ഉമ്മയില്ലാതെ എനിക്ക് സ്വർഗം വേണ്ട. എന്നെ പ്രസവിച്ച എന്റെ ഉമ്മ, എന്നെ ഓമനിച്ച എന്റെ ഉമ്മ, എനിക്ക് ഭക്ഷണം തന്ന എന്റെ ഉമ്മ, ഉറക്ക വെടിഞ്ഞുകൊണ്ട് എന്നെ താരാട്ടുപാടി എന്റെ ഉമ്മ, ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ എന്റെ അടുത്ത് കൊണ്ടിരുന്നുകൊണ്ട് പൊട്ടിക്കിടന്നുകൊണ്ട് മോനെ പാല് കുടിക്കടാ, ഭക്ഷണം കഴിക്കടാ, വെള്ളം കുടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സുഖവും തിരിച്ചുകൊണ്ട് എന്നോട് തിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയില്ലാതെ എനിക്ക് സ്വർഗം വേണ്ടല്ലോ. എന്റെ ഉപ്പയില്ലാതെ എനിക്ക് സ്വർഗം വേണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സ്വർഗത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ ഏറ്റവും നല്ല സ്നേഹസമ്പന്നരായ ഉമ്മമാര് വരികയാണ്. അവർ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിലാ കടന്നു വരുന്നത്. ഉപ്പമാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഉമ്മാരെ സ്വർഗത്തിൽ വെച്ച് കാണാനില്ലേ സഹോദരങ്ങള്? ഉമ്മ നരകത്തിൽ കിടന്ന് വെന്തുരുകുമ്പോ നിനക്ക് പിന്നെ സ്വർഗം കിട്ടിയിട്ടെന്തിനാണ്? സ്വർഗത്തിലെ സുന്ദരമായ സുഹൃതം കിട്ടിയിട്ടെന്തിനാണ്? നിന്നെ 9 മാസം വയറ്റിച്ചു വന്ന ഉമ്മ, നിനക്ക് വേണ്ടി ഉറക്കപ്പെടുന്ന ഉമ്മ, എല്ലാ രാവും പകലും എന്റെ മക്കളെ കാത്തുകൊള്ളണേയല്ല, എന്റെ മക്കളെ വളർത്തണേയല്ല, എന്റെ മക്കളെ ഉയർത്തണേയല്ല എന്ന് പറഞ്ഞ് 2 കൈ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത ഉമ്മയില്ലാതെ പിന്നെ നിനക്കെന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം അല്ലാഹു തരുന്നത്? അതുകൊണ്ട് കുറിച്ചുകൊള്ളുക, റബ്ബേ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങളെ ഒലിപ്പിക്കണയല്ല. ആ ഉമ്മ പറയുമല്ലോ, ഉമ്മാക്ക് സ്വർഗം അല്ലാഹു കൊടുത്ത ആ ഉമ്മ പറയും, പടച്ചവനെ എന്റെ മക്കൾ നരകത്തിലാണല്ലോ, അവരെ കൂടി തരുവോ, അവർക്ക് വന്നുപോലെ വീഴ്ചകളൊക്കെ പുറത്തു കൊടുക്കല്ല എന്നൊരു ഉമ്മ പറയുമ്പോൾ എന്റെ മക്കളെ നിങ്ങൾക്ക് പറയാ കഴിയണം, നമ്മുടെ ഉമ്മയല്ലേ, ആ ഉമ്മാക്ക് നമ്മുടെ കാരണം സ്വർഗം കൊടുക്കണ്ടേ? ഉമ്മയെ കുറ്റപ്പെടുത്തുന്നവര്, ഉമ്മയെ ചീത്ത വിളിക്കുന്നവര്, ഉമ്മയെ സകാരവാക്ക് പറയുന്നവര് ഒരു നന്മ പോലും അല്ലാഹു സ്വീകരിച്ചേരടാ. ഒന്നും സബ്ബല ബൈനൈനി ഉമ്മിഹി കാനലഹു ശുക്റൻ മിനന്നാർ. ഉമ്മയുടെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിയുടെ ഭാഗത്ത് ആരെങ്കിലും മുത്തം കൊടുത്തു പോയാൽ അവന് നരകത്തിൽ നിന്നുള്ള മറയാണെന്നുള്ളതാണ് റസൂൽ പറയുകയാണ്. ഉമ്മയെ അറിയുക എന്ന പ്രഭാഷണത്തിന് കാത്തിരിയാണെന്ന് പറഞ്ഞതാ. എന്നോടൊപ്പം യാത്ര ചെയ്യാറുള്ള ഒരു പ്രിയപ്പെട്ട കൂട്ടുകാർ പാതിരാ സമയത്ത് മൊബൈലിലൂടെ ആ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കുകയാണ്. ഇന്ന് പല ചെറുപ്പക്കാർക്കും അതൊരു സുഖമാണ്. പാട്ട് കേട്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാർ പ്രസംഗം കേട്ടുകൊണ്ട് കിടന്നിറങ്ങുകയാ, കരാത്ത് കേട്ടുകൊണ്ട് കിടന്നിറങ്ങുകയാ. ഇതൊക്കെ നടക്കുമ്പോഴും എത്രയോ പേര് ഞങ്ങളെ പോലെ പരിഹസിക്കുന്നവരാ. ഷാദുബാക്കിൽ 1 മണിക്കൂറിന് 10 ലക്ഷം പറയുന്നവരാ, ടൗണിൽ മാത്രം പ്രസംഗം നടത്തുന്നവരാ. ഹെലികോപ്റ്റർ കൊടുത്തെങ്കിലേ വന്ന് പ്രസംഗിക്കുകയുള്ളൂ, 5 ലക്ഷത്തിന്റെ സെക്രട്ടറി ഒപ്പിട്ടെങ്കിലേ പ്രസംഗത്തേതിൽ കയറുകയുള്ളൂ. ഇരുമ്പടിയിലെ കരിവാജൂർ പറമ്പിലെ പാവപ്പെട്ട സംഘാടകർ ഇന്ന് വരെ എന്നെ കണ്ടിട്ടില്ല. ഏതൊക്കെയോ മജ്‌ലിസിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വരണമെന്ന് പറഞ്ഞവരാ. നേരത്തെ ഇവരുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു ബസ് പോലും വരാത്ത ഗ്രാമപ്രദേശത്തിൽ നൗഷാദ് ബാക്കൽ വന്നിരുന്നില്ല. 10 ലക്ഷം രൂപ ഓഫർ വന്നിട്ടില്ല. ഹൈവേയിൽ മാത്രമേ പ്രസംഗിക്കൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കരുവാഞ്ചേരി പറമ്പിൽ മരിക്കുന്നത് വരെ വരാൻ പറ്റുമോ? നിങ്ങൾ എന്താ കരുതിയത്? അല്ലാഹുവിന്റെ ദീൻ പഠിച്ച പണ്ഡിതന്മാരാരാ? പൊട്ടച്ചല കോളേജിൽ കാപ്പിൽ ഉമർ സാറ് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞിരുന്ന ഇൽമ മനസ്സിലേക്ക് ഏറ്റെടുത്ത് എനിക്ക് മരിക്കുന്നത് വരെ ആ ഉസ്താദ് വരച്ചു കാണിച്ചവരൊക്കെ പുറത്തേക്ക് സഞ്ചരിച്ചോ. എന്റെ പ്രിയപ്പെട്ടവരെ കഴിയില്ല, എന്റെ സഹോദരങ്ങളെ കഴിയില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊക്കെ അല്ലാഹു ആയുസ് നീട്ടി കൊടുക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ലാഹു അവർക്ക് എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ. അവരോട് ഇന്നവരോട് ശത്രുതയില്ല, അവരെ ശപിച്ചിട്ടില്ല, അവരെ പ്രാഗിയിട്ടില്ല, അവർക്കെതിരെ ദുആ ചെയ്തിട്ടില്ല. എന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവനാണ്. എല്ലാ മജ്‌ലിസിലും അവർക്ക് വേണ്ടി മാത്രം ദുആ ചെയ്യുന്നവനാണ്, വെറുത്തിട്ടില്ല. പക്ഷേ എന്റെ
സഹോദരങ്ങളെ, ആരെന്ത് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുന്ന വലിയ വലിയ സമ്മാനങ്ങളുണ്ടല്ലോ. ഈ പൊന്നുപോൽ പറയുകയാണ്, പാതിരാ സമയത്ത് മൊബൈലിലൂടെ ഉമ്മയെ അറിയുക എന്ന പ്രസംഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാ. ആ പ്രസംഗത്തിനിടയ്ക്ക് ഉമ്മാടെ നെറ്റിപ്പിടത്തിൽ ആരെങ്കിലും മുത്തം കൊടുത്താൽ, ഉമ്മാടെ രണ്ട് കണ്ണുകൾക്കിടയിലും നെറ്റിയുടെ ഭാഗത്ത് ഒരാൾ മുത്തം കൊടുത്താൽ അതവന് നരകത്തിൽ നിന്നുള്ള മറയെന്ന് പറഞ്ഞപ്പോ ഈ പൊന്നുപോൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് വാതിൽ മുറക്കുകയാ. ഉമ്മയുപ്പയും കിടക്കുന്ന വാതിൽ ഇങ്ങനെ മുട്ടുകയാണ്. പാതിരാ സമയത്താണ്, 1 മണിക്കാണ്. ഉമ്മ പെട്ടെന്ന് വാതിൽ ഉറക്കുന്നു. എന്ത് പറ്റിയടാ പൊന്നുപോലെ? മകൻ പറയുന്നു, ഉമ്മ നിങ്ങളുടെ നെറ്റിയിൽ ഞാനൊന്ന് മുത്തം വെച്ചോട്ടെ, നിങ്ങളുടെ നെറ്റിയിൽ ഞാനൊരു മുത്തം തന്നോട്ടെ. ഉമ്മ പറയുന്നു, എന്ത് പറ്റി പോലെ പാതിരാത്രി ഇങ്ങനെ തോന്നാൻ? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഉമ്മാടെ 2 കണ്ണുകൾക്കിടയിൽ നെറ്റിയുടെ ഭാഗത്ത് മുത്തം കൊടുത്താൽ അവനത് സ്വർഗത്തവൻ നരകത്തിൽ നിന്നുള്ള മറയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരം പുലരുന്നത് വരെ കാത്തിരുന്നിട്ട് ഈ രാത്രിയിൽ ഈ പൊന്നുമോനങ്ങ് മരിച്ചുപോയാൽ ആ ഭാഗ്യവനക്ക് കിട്ടൂലല്ലോ. അതുകൊണ്ടാണ് ഓടി വന്നതെന്ന് പറഞ്ഞ് മുത്തം കൊടുക്കുകയാണ്. ഉമ്മ പൊട്ടിക്കരയുകയോ, ഉമ്മ പൊട്ടിക്കരയുകയോ. അങ്ങനെ കരുവാഞ്ചേരി പറമ്പിലെ ഉമ്മമാര് കരയട്ടെ. ചെറുപ്പക്കാരാ, ഇന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് ചെല്ലുവോ? നാളെ രാവിലെ ആവാനിക്കേണ്ട രാത്രി തന്നെ ആവട്ടെ. ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഉമ്മ സ്വർഗത്തിൽ ഉമ്മ എന്നെ വിളിക്കണം, ഞാൻ ഉമ്മയെ വിളിക്കും. നമ്മൾ തെറ്റി തിരിഞ്ഞു പോകാൻ പാടില്ല. എന്റെ ഉമ്മച്ചി നരകത്തിലും ഞാൻ സ്വർഗത്തിലുമാവണ്ട. 2 പേർക്ക് സ്വർഗം കിട്ടാൻ, 2 പേർക്ക് സ്വർഗം കിട്ടാൻ. ഉപ്പയും അങ്ങനെ തന്നെയാണ്. കരുവാഞ്ചേരി പറമ്പിലുള്ളവരെ എത്രയോ ഉപ്പമാര് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നടുകുടിഞ്ഞു പോയവരാണ്. നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് മുതുവളഞ്ഞു പോയവരാണ്. അല്ലാഹുവേ, ഞാൻ ഓർത്തു പോകുന്നു, എറണാകുളം ജില്ലയിൽ ഞാൻ പ്രസംഗിച്ചപ്പോ ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ വേദിയിലേക്ക് നടുവെല്ലാം കൂനിക്കുരിഞ്ഞു പോയ വയോവൃദ്ധനായ ഒരു ഉപ്പ വടിയും കുത്തിയിട്ട് കയറി വരികയാണ്. 10,000 50,000 ഒക്കെ ഓരോരുത്തരും വാഗ്ദാനങ്ങൾ പറയുമ്പോ ആ ഉപ്പ വേദിയിലേക്ക് കടന്നു വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ഉമ്മാടെ ഉപ്പാടെ കബർ വിശാലമാകാൻ നിങ്ങൾ ദ്വാരക്കണേ. 80 വയസ്സോളം പ്രായം വരുന്ന ഉപ്പയാ പറയുന്നത്. മറന്നിട്ടില്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ മറന്നിട്ടില്ല, തന്റെ ഉപ്പയെ മറന്നിട്ടില്ല. അവർക്ക് സ്വർഗം കിട്ടാൻ ഇൽമിന്റെ മജ്‌ലിസിൽ 1000 രൂപ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കരയുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഉമ്മയോട് ഉപ്പയോടുമുള്ള ബന്ധം നിനക്ക് പറഞ്ഞാൽ തീരൂല, അടച്ചു മാറ്റിയാൽ അവസാനിക്കൂല. പിണങ്ങി ഭാര്യയും കൊണ്ട് വേറെ വീട് വെച്ചാൽ ഒറ്റുപോകില്ല. അതെന്നുമുള്ളതാ. പരലോകത്ത് പോലും ഒഴിഞ്ഞു പോകുന്നില്ല, പരലോകത്ത് പോലും ഒഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് തീരുമാനിക്കണം, സ്വർഗത്തിൽ ഉമ്മയെ ഉപ്പയെ കാണാൻ അല്ലാഹുവേ നിങ്ങൾക്ക് തൗഫീഖ് തരണേ. സ്വർഗത്തിൽ ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഉണ്ടാവാൻ. ഇന്നത്തെ ഈ മജ്‌ലിസിന്റെ ബക്കറ്റ് കളക്ഷനിൽ നിങ്ങളിടുന്ന തുക മുഴുവനും ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിൽ ഇന്ന് തന്നെ മലക്കുകൾ വന്നിട്ട് പറയും, നിങ്ങളുടെ പൊന്നുമകൻ ഒരു സ്വർഗത്ത്. ഉറപ്പായിട്ടും പറയും. മരണം കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. ഖബറിന്റെ അകത്ത് മലക്കുകൾ വന്ന് അവരോട് പറയും, നിങ്ങളുടെ മകൻ ഇപ്പോ കരുവാഞ്ചേരി പറഞ്ഞിരുന്നുകൊണ്ട് വന്നു കേൾക്കാൻ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിങ്ങൾക്ക്, നിങ്ങളും അവനും സ്വർഗത്തിൽ വരാൻ അവൻ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ബക്കറ്റിലേക്ക് സ്വർഗം കെട്ടിരിക്കാൻ. സാധാരണ ബക്കറ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമ്പോ 10 രൂപയും 5 രൂപയും ചില്ലറയും അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കും. ഇത് ഉമ്മാക്കും ഉപ്പാക്കും നമുക്കും ഒരുമിച്ച് സ്വർഗം കിട്ടാൻ നിങ്ങൾ നിശ്ചയിക്കുന്ന നിങ്ങളുടെ പോക്കറ്റിൽ ഉള്ളതിൽ വെച്ച് ഒരു തുകയാണ്. എത്രയാണ് നിശ്ചയിക്കേണ്ടതെന്ന് നിങ്ങളും നിങ്ങളുടെ റബ്ബുമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു വലിയ പടപ്പിരികതിലൂടെ കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങൾ കരുതരുത്. നമ്മുടെ മനസ്സിന്റെ നന്മ വളരാൻ വേണ്ടിയും നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹു സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ടും അവർക്കല്ലെങ്കിൽ പിന്നെ ആർക്കാണ്? മറക്കാൻ കഴിയാത്ത രാവും പകലും അല്ലാഹുവേ, എത്ര നാളും മാടെ തോളത്തിരുന്നവനാണ്, എത്ര നാളും മാടെ പാല് കൊടുത്തവനാണ്. ആ ഉമ്മ തന്ന പാല് തന്ന മാറിടത്തിൽ നരകത്തീ കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാ.
അല്ലാഹുവേ നിങ്ങൾ 9.5 മാസം കിടന്ന ഉമ്മാടെ വയറ്റില് നീ നരകത്തീ കൊണ്ട് നിറയ്ക്കല്ലേ അല്ലാ. ഇന്നത്തെ രാത്രി തന്നെ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാ സന്തോഷവും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബേ. ആദ്യം ഒരു ദുആ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഒരു ആമീൻ പറയുക. പടച്ചവനെ ഈ ഗ്രാമപ്രദേശത്ത് ഒരുമിച്ച് കൂടിയ സാധുക്കളും ഭാര്യകളും ഈ ജനങ്ങളുടെ ആമീൻ നീ കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നീ നരകം കൊടുക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ആ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാ ഞങ്ങൾ ഈ സ്വർഗ്ഗത്തിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ഉപ്പയില്ലാത്തവരുണ്ടാകും, ഉമ്മയില്ലാത്തവരുണ്ടാകും. അല്ലാഹുവേ ഈ സ്വർഗ്ഗം അവരുടെ നഷ്ടങ്ങളെ നികത്തി കൊടുക്കുന്നതിന് കാരണമാക്കണേ അല്ലാ. ഒരു സങ്കടവും നീ കൊടുക്കല്ലേ അല്ലാ, ഒരു ബേജാറും നീ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെല്ലാം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. എല്ലാ സങ്കടങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് തന്നെ അള്ളാഹുവിനോട് പറയും, ആ 3 കൂട്ടുകാരെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഇനി അവരെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നബിതങ്ങളുടെ സ്വർഗത്തിലെ കൂട്ടുകാർ, പിന്നെ അള്ളാഹു തന്നെ സ്വർഗത്തിലെ കൂട്ടുകാരായിട്ട് തിരഞ്ഞെടുക്കും. അവരാരാണ്? ഈ 3 പ്രധാന കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഒരു 3 സ്വലാത്തുകളിൽ സല്ലല്ലാഹു അള്ളാഹു നമ്മുടെ സ്വലാത്തുകൂടെ സ്വീകരിക്കട്ടെ. അപ്പൊ ഉമ്മായി ഉപ്പായി സ്വർഗത്തിൽ വരും. പിന്നെ സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. സ്വർഗത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റൊരു കൂട്ടരുള്ളവരാരാണ്? ഹബാം മൻസൂറാ. വിതറപ്പെട്ട മുത്തുകളെ പോലെ സ്വർഗത്തിൽ കഴിയുന്ന ഒരു വിഭാഗം കുഞ്ഞുങ്ങളുണ്ട്. അവരാരെന്നറിയുമോ? ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ കുഞ്ഞുമക്കളാണ്. അവർ പറയുന്നു, അല്ലാ ഞങ്ങൾക്ക് ഈ സ്വർഗത്തിലെ മൂല്യങ്ങൾ വേണ്ട, സ്വർഗത്തിലെ സുഹൃതങ്ങൾ വേണ്ട, സ്വർഗത്തിലെ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് ഞങ്ങളുടെ ഉമ്മയെ തരുവോ, ഞങ്ങളുടെ ഉപ്പയെ തരുവോ റബ്ബേ. അല്ലാഹുവേ ഈ സദസ്സില് ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയ ഏതുപ്പനാണോ ഏതുമ്മയാണോ ഉള്ളതറിയില്ല. ആരാണെങ്കിലും അല്ലാഹു ആ കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് തരുന്നതാണ് സ്വർഗത്തിൽ. അവർ പറയും, ഉമ്മാനെ വിളിച്ച് കൊതി തീർന്നില്ല, ഉമ്മാടെ മാറോടെ ചേർന്ന് കിടന്ന് കൊതി തീർന്നില്ല, ഉപ്പാനെ വിളിച്ച് ആശ തീർന്നില്ല. അതുകൊണ്ട് പടച്ചവരെ ഞങ്ങൾക്ക് അവരെ വേണമെന്ന് ആഖിറത്തിൽ പറയുമ്പോൾ ഈ കുഞ്ഞുമക്കൾക്ക് സന്തോഷം കൊടുക്കാനുള്ള ഉമ്മയെ കൊടുക്കുകയാ, ഉപ്പയെ കൊടുക്കുകയാ. അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങളെ തൊട്ട് പടച്ചവരെ ഞങ്ങളെ കാത്തിരക്ഷിക്കല്ല. ചെറിയ മക്കളെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് സഹിക്കാൻ കഴിയൂല. അവരെ സ്വർഗത്തിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസത്തിന്റെ വാക്കാണ്. പക്ഷേ നമുക്ക് കഴിയില്ല. നമ്മുടെ മക്കൾ പോയാൽ നമുക്ക് താങ്ങാനാവില്ല, സഹിക്കാനാവില്ല. എല്ലാവരും അവരുടെ മക്കൾക്ക് വേണ്ടി ദുആരക്കാനാ പറയുന്നത്. ഇവിടെ വന്ന ഉസ്താദുമാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്ന സംഘാടകര് പോലും അങ്ങനെ തന്നെയാണ്. മാറ്റി നിർത്തിയിട്ട് ഒരു അടക്കം പറയട്ടെ ഉസ്താദേ. അടുത്തേക്ക് ചെല്ലുമ്പോ ചെടിയിലേക്ക് ചുണ്ടുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, എനിക്ക് 3 മക്കളാണ്, 2 പെൺമക്കളാണ്, പ്രായപൂർത്തിയായി നിൽക്കുകയാണ്. ഉസ്താദേ അവർക്ക് അനുയോജ്യരായ ഇണകളെ കിട്ടാൻ ദ്വാരക്കണം. എന്റെ മക്കൾക്ക് നല്ല ജീവിതം കിട്ടാൻ ദ്വാരക്കണം. എന്റെ അരിമ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മറക്കാതെ ദ്വാരക്കണം. ഞാൻ ഇന്നലെ താമരത്തെ ശഹീറെന്ന എന്റെ കീശേരിയിലെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഉമ്മ ഇന്ന് പറഞ്ഞതും അതാണ്. ഉസ്താദേ നിങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ സന്തോഷമാണ്, ഞങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഉത്സവം പോലെയാണ്. പക്ഷേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ഉസ്താദ് മറക്കല്ലേ എന്നും ദ്വാരക്കണം. അവര് മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറയുമ്പോൾ എത്രയോ ചെറിയ മക്കളല്ല രോഗം ബാധിച്ച് ഹോസ്പിറ്റലിന്റെ അകത്തളങ്ങളിൽ കിടക്കുകയാണ്. നാളെ വെള്ളിയാഴ്ച തിരുവനന്തപുരം വള്ളക്കടവിലേക്ക് ജുമഴക്ക് ചെല്ലുമ്പോൾ ആ പള്ളിയിലേക്ക് ദുആ ചെയ്യാൻ വരുന്ന ലിസ്റ്റുകൾ കാണാം.
1.5 വയസ്സുള്ള നാദാപുരത്തുള്ള ഫാത്തിമത്തുൽ സുഹറ എന്ന പൊന്നുമോൾ RCCയിലാ കിടക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ആ പൊന്നുമോളോ ഇപ്പൊ വള്ളക്കടവിൽ വരാറുണ്ട്. വന്നിട്ട് പറയും, സാറേ കുറവില്ല, 1.5 വയസ്സാ എന്റെ ഇരുമ്പുഴിയിലെ സഹോദരങ്ങളെ, 1.5 വയസ്സാണ്. 1.5 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോൾ അവസ്ഥ എന്താ? മാരകമായ രോഗത്തിന്റെ അണുക്കൾ ആ ശരീരത്തെ കാർന്നു തിന്നുകയാണ്. പുഞ്ചിരിക്കുന്ന, ഒരു തെറ്റുമറിയാത്ത, എന്തെന്ന് പോലും അറിയാത്ത പ്രിയപ്പെട്ട പിഞ്ചു മനസ്സിനുള്ള ക്യാൻസർ കൊടുത്തിരിക്കുകയാണ്. ആ ഉമ്മാക്ക് ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഉപ്പാക്ക് ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1.5 വയസ്സല്ലേ ഉള്ളൂ. ഏത് കുഞ്ഞിനെ കണ്ടാലും ഒന്നെടുത്ത് മുത്താൻ തോന്നിപ്പോകുന്ന, ഏത് കുഞ്ഞിനെ കണ്ടാലും നാരിപ്പുടരാൻ തോന്നിപ്പോകുന്ന പ്രായമാ. അല്ലാഹുവേ, ആ പ്രായത്തിന് മാരക രോഗം കൊടുക്കുമ്പോ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? എല്ലാ വെള്ളിയാഴ്ചയും വന്നിട്ട് പറയും, സാറേ ഇന്നലെ ഇച്ചിരി കൂടുതലായിരുന്നു, ഇന്ന് രാവിലെ ഇത്തിരി കുറവുണ്ട്, ദ്വാരക്കണേ, മറക്കല്ലേ. എങ്ങനെ ദുആ ചെയ്യാതിരിക്കും? ഇന്നിക്ക് എന്റെ പ്രിയപ്പെട്ട 3 മക്കളെയാണ് അല്ലാഹു തന്നത്. അവരെ ഹാഫിളാക്കണമെന്ന് എല്ലാ സദസ്സിലും ദ്വാരക്കുമ്പോ, അവരെ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ദ്വാരക്കുമ്പോ, ഇന്ന് സഹോദരങ്ങളെ നമുക്ക് അവരല്ലേ ഉള്ളൂ. എല്ലാം നമ്മുടെ മക്കളല്ലേ, എല്ലാം നമ്മുടെ മക്കളല്ലേ. വളയംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് തൃശ്ശൂർ ജില്ലയാണ്. അവിടെ നിന്നൊരു ഉമ്മ പലപ്പോഴും മജ്‌ലിസിലേക്ക് വരലുണ്ട്. വീൽചെയറിൽ തന്റെ 9 വയസ്സുള്ള മോളെ ഇരുത്തിയിട്ടാ വരുന്നത്. ഇന്ന് വരെ നടന്നിട്ടില്ല, ബുദ്ധിയില്ല. അല്ലാഹുവേ, വായിലൂടെ പദവന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യാൻ പറയുമ്പോ സ്റ്റേജിൽ പലപ്പോഴും ഉരുട്ടി കയറ്റിയിരുത്തിയിട്ടാണ് ദുആ ചെയ്യിപ്പിക്കുന്നത്. 9 വയസ്സാണെന്ന് വരെ നടന്നിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേരുടെ മക്കൾക്ക് രോഗമുള്ള കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, മാരക രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. മസ്കറ്റിൽ പരിപാടിക്ക് പോയി തിരിച്ചു വരുമ്പോ നെടുമ്പാശ്ശേരിയിലേക്ക് വരുന്ന എയർപോർട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് വരുന്ന ഫ്ലൈറ്റിനകത്ത് സുബ്ഹാനല്ലാഹ്, മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട സഹോദരനാണ് എടുത്തിരിക്കുന്നത്. 2 മക്കൾ മരിച്ചുപോയി മയ്യത്ത് കാണാൻ വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ആയുസ് നീട്ടിക്കൊടുക്കണേ അല്ലാ. കുഞ്ഞു മക്കളെ കാണാനുണ്ട് ഭംഗിയാണ്. അവര് മരിച്ചു കിടക്കുന്ന രംഗത്തിന്റെ കരുവാകേരി പറമ്പിൽ വന്നവരെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അവര് മരിച്ചു കിടക്കുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിക്കുക. താങ്ങാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അവരുടെ മൂക്കിലേക്ക് ഇങ്ങനെ പഞ്ഞി വെച്ചു കൊടുക്കാൻ. അല്ലാഹുവേ, മക്കളേത് പറഞ്ഞ് വാരിപ്പുടരുന്ന മക്കളുടെ കവിളത്ത് മുത്തം കൊടുത്തുകൊണ്ട് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി പച്ചമണ്ണിനകത്തെടുത്ത് വെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ആ സഹോദരൻ പൊട്ടിക്കരയുകയാണ്. കാര്യം ചോദിച്ചപ്പോൾ പറയുന്നു, സാറ് നിങ്ങളെ കണ്ടത് അല്പമെങ്കിലും സമാധാനമായി. പേഴ്സ് തുറന്ന് ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അല്ലാഹുവേ, 8 വയസ്സുള്ള 10 വയസ്സുള്ള 2 മക്കളാണ്. കുളത്തിൽ വീണ് മരിച്ചിരിക്കുകയാണ്. വാപ്പതെല്ലാം വേണ്ടി കാത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്ത് വാപ്പായെ കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ സഹോദരൻ പറയുന്ന, മക്കത്തിലുള്ള എന്റെ റൂമിനകത്ത് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങളാർക്കാണ്, ഉടുപ്പുകളാർക്കാണ്? എന്റെ പ്രിയപ്പെട്ട മക്കൾ ഫോൺ വിളിക്കുന്നു, ഉപ്പാ എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുമ്പോ വാങ്ങി വെച്ചതാണ്. എന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായുള്ള ഉസ്താദേ, ഇത് ഞാൻ പണിയെടുക്കുന്നതെന്തിനാണ്? ഇത് ഞാൻ ജീവിക്കുന്നതെന്തിനാണ്? അല്ലാഹു തന്ന 2 മക്കളെയും തിരിച്ചു വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരന്നു കൊണ്ടുവരുമ്പോ, ഇവിടെ വന്നിരിക്കുന്നവര് നിങ്ങൾ ഭാഗ്യവാന്മാരല്ലേ. അല്ലാഹു നിങ്ങൾക്ക് ആരോഗ്യമുള്ള മക്കളെ തന്നില്ലേ. പഠിച്ചവരെ, മക്കളില്ലാത്തവരിവിടെ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്ക റബ്ബേ. അവർക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു തആല അങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വാഹനങ്ങളൊക്കെ പോകുമ്പോ അങ്ങനെയാണ്. ഇപ്പോ 4 വർഷത്തിലേറെയായി പാർവതി പുത്തനാറിൽ അപകടം നടന്നിട്ട് 3 വർഷത്തിലേറെയായി. തിരുവനന്തപുരത്ത് സ്കൂൾ വാഹനം പറഞ്ഞ് കുറേ കുഞ്ഞുങ്ങൾ മരിച്ചു. അതിൽ മുഹമ്മദ് ഇറഫാൻ എന്ന പേരുള്ള ഒരു കുഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നു. പക്ഷേ കണ്ണു തുറന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഉപ്പാന്ന് വിളിച്ചിട്ടില്ല, ഉമ്മാന്ന് വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 3 വർഷത്തിലേറെയായി ഇങ്ങനെ കിടക്കാൻ ഒറ്റ കിടപ്പ്. ജീവനുണ്ട്, ശ്വാസം മാത്രമേ. ചളിക്കുണ്ടിലേക്ക് കുഞ്ഞുമക്കളുടെ തല പിന്നെ താഴ്ന്നു പോയതാണ്. 5-6 പേര് അപ്പോഴും തന്നെ മരണപ്പെട്ടു. ചിലരൊക്കെ രക്ഷപ്പെട്ടു. ചിലർക്ക് ഇപ്പോഴും ചെറിയ ചെറിയ വൈകല്യങ്ങളുണ്ട്. ഇപ്പോ ഈ കുഞ്ഞിന് മാത്രം ഇതുവരെ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല, ശ്വാസം മാത്രമേ. ആ ഉമ്മ ഒന്ന് ചിരിച്ചിട്ട് 3 വർഷത്തിലേറെയായി.
ആ ഉപ്പവർക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ട് 3 വർഷത്തിലേറെയായി പൊട്ടിക്കരഞ്ഞ സങ്കടത്തോടെ ആ കുഞ്ഞിന്റെ അരികിൽ വന്നിരുന്നിട്ട് ആ കുഞ്ഞൊന്ന് സംസാരിച്ചു കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞിന് വേണ്ടി ഈ സദസ്സിൽ നിന്നുകൊണ്ട് ദ്വാരക്കുന്ന റബ്ബേ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ ആ കുഞ്ഞിനെ കാണാൻ പോയി കുഞ്ഞിന്റെ കുടുംബത്തിനൊരു വലിയ സാമ്പത്തിക സഹായമൊക്കെ വാഗ്ദാനം ചെയ്യുകയും അത് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചതാണ്. അപ്പോ നമ്മുടെ ഈ മജ്‌ലിസിൽ ഇന്ന് നമുക്ക് അങ്ങനെ തന്നെ ദുആരക്കാം. നമ്മുടെ മക്കളെ ഹാഫിളാക്കി ആലിമാക്കി തരണം. കൊട്ടച്ചിറയിൽ മുസ്ലിം കോളേജ് തുടങ്ങാൻ പോകുന്നു. മക്കളൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അവിടെ അഡ്മിഷനായി നമ്മുടെ മക്കളൊക്കെ അവിടെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല സംവിധാനത്തിലാണ്, ഒരു കുറവുമില്ലാത്ത രീതിയിൽ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇപ്പോൾ കോളേജുകൾ, അറബിക്കുള്ള ദർസുകൾ. മക്കൾ പഠിക്കട്ടെ, വളരട്ടെ, ആരോഗ്യമുള്ളവരാകട്ടെ, സന്തോഷത്തോടു കൂടി നമുക്ക് ജോലി ചെയ്തു തരുന്ന, നമ്മെ സ്നേഹിക്കുന്നവരാക്കി അള്ളാഹു മാറ്റട്ടെ. അള്ളാഹുവിനോട് സ്വർഗം പറയുകയാണ്, 3 കൂട്ടരെ ഞാൻ കാത്തിരിക്കുകയാണ്, അവരാണ് എന്റെ ഏറ്റവും നല്ല കൂട്ടുകാർ. 3 കൂട്ടരെ ഞാൻ കാത്തിരിക്കുകയാണ്, അവരെ വേഗമൊന്ന് എന്റെ അടുത്ത് എത്തിച്ചു തരണമല്ലാ. സ്വർഗം ആവശ്യപ്പെടുന്ന 3 കൂട്ടുകാരാരാ? അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടുന്ന 3 കൂട്ടുകാരാരാ? എന്റെ മനോഹരമായ സദസ്സിൽ വന്നിരിക്കുന്നവര് ആ 3 ഏതെങ്കിലും ഒന്നിൽ പെടാൻ നിങ്ങൾ കുറിച്ചുകൊള്ളുക. അതിലൊന്നാമത്തെ വിഭാഗം ബിറുൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവർ തന്നെയാണ്. ഉമ്മാക്ക് ഗുണം ചെയ്യുന്ന, ഉപ്പാക്ക് ഗുണം ചെയ്യുന്നവർ തന്നെയാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല, ഒരു സംശയവും ആ കാര്യത്തിലില്ല. എന്റെ ഉമ്മാക്ക് വേണ്ടി, എന്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നവനാണ്. അവർക്ക് വേണ്ടി സുഖമൊക്കെ ചെയ്യുന്നവരാണ്, അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ സ്വർഗം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നിന്റെ റൂഹ് പിരിഞ്ഞാമതി, നിന്റെ റൂഹ് പിരിഞ്ഞാമതി, ആ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാ അല്ലാഹു മലക്കുകളോട് പറയുകയാണ്. ആ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ സുഹൃത്തുക്കൾ അവന് വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. ഉമ്മയെ സ്നേഹിക്കുന്ന, ഉപ്പയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കാവലിരിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന വൈസുൽ ഖർദി അല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. മദീനയുടെ നാളിൽ ജീവിച്ചിരുന്നപ്പോ ജീവിച്ച സഹാബിയാണ്. പക്ഷേ കാണാൻ കഴിഞ്ഞിട്ടില്ല ആരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്തിന്റെ പേരിലാ? തനിക്കാരോരുമില്ല, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ പോയാൽ എന്റെ ഉമ്മയെ നോക്കുന്നതാരാ? ഞാൻ പോയാൽ എന്റെ ഉമ്മയെ നോക്കുന്നതാരാണ്? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മാന്റെ അടുത്തിരുന്ന്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മാന്റെ അടുത്തിരുന്നിട്ട് കാല് തടവി കൊടുക്കുകയാ. ഉമ്മാക്ക് മരുന്ന് കൊടുക്കാ, വെള്ളം കൊടുക്കാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് സഹാബത്തിനോട് പറയുകയാണ്, ഒരു തലയിൽ കെട്ടെടുത്ത് കൊടുക്കുകയാണ്. ഇതാർക്ക് കൊടുക്കാനുള്ളതെന്നറിയോ? ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്. എന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാൻ കൊതിക്കുന്നവരാണ്, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഉമ്മയെ നോക്കുന്നതിന്റെ പേരിൽ എന്റെ അടുത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ തലയെക്കെട്ട് അയാൾക്ക് കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പറഞ്ഞേൽപ്പിക്കുമ്പോ ഉമ്മയെ സ്നേഹിച്ചത് കൊണ്ട്, ഉപ്പയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തതുകൊണ്ട് ഒരു നഷ്ടവും അല്ലാഹു കൊടുക്കുന്നില്ല. അവർക്ക് നേട്ടങ്ങളാ കൊടുക്കുന്നത്. എന്റെ ഒരു വലിയ ആഗ്രഹമാണ്, എന്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഞാൻ ഉമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നവനാണ്. എന്റെ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാൻ മറ്റുന്നതൊക്കെ ഞാൻ കൊടുക്കുന്നവനാണ്. നമ്മുടെ നാട്ടിലുള്ള വലിയ സമ്പന്നരുടെ വീട്ടിൽ പോയിട്ട് അരി നനച്ച് ഒലക്ക കൊണ്ട് ഇടിച്ച് മാവാക്കി കൊടുത്തിട്ടാണ് ഉമ്മ കാശ് കൊണ്ട് ഒന്ന് ഞങ്ങൾ വളർത്തിയത്. മറക്കാൻ കഴിയില്ല. വലിയ സമ്പന്നരുടെ വീടുകളിൽ പോയി എന്റെ ഉമ്മ അവിടെ പോയിട്ട് അവരുടെ വീടുകളിൽ അരി വെള്ളത്തിലിട്ട് നനഞ്ഞു വരുമ്പോൾ അതിനെ ഇടിച്ച് മാവാക്കി കൊടുക്കുമ്പോൾ 5 രൂപയും 10 രൂപയും പിന്നെ ചോറും അവരുടെ മക്കൾ കഴിച്ചതിന്റെ ബാക്കി ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുമ്പോൾ അത് കൊണ്ടുവന്നിട്ടാണ് കഴിച്ചത്. എന്റെ ഉമ്മാക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, എന്റെ ഉമ്മാക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കൈയും കാലും ഒക്കെ വലിയ വേദനയാണ്. അല്ലാഹു എല്ലാ ശിഫാവും, പൂർണ്ണമായ ശിഫാവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ മനസ്സിന് ഒരു വലിയ ആഗ്രഹമാണ്. നിങ്ങളിൽ ആർക്കാണത് കഴിയുക എന്നൊന്നും എനിക്കറിയില്ല, നിങ്ങളിൽ ആർക്കാണത് സാധിക്കാമെന്നും എനിക്കറിയില്ല. ഏതെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷവും തൃപ്തിയുമുണ്ട്, വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് 33 സലാത്താണെന്ന് വെള്ളിയാഴ്ച രാവിലെ എവിടെ വാത് പറഞ്ഞാലും വാത് നിർത്തിയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ 33 സലാത്താണ് ജില്ല. ഇന്ന് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കാണ്.
ഇന്ന് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കാണ്. ആ 33 സലാത്ത് ഈ സദസ് ഒന്നടങ്ങ് ചെല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാനൊരു 30 അല്ലാഹുവിനോട് പറഞ്ഞത് എനിക്ക് ചില കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞ ഒന്നാമത്തെ കൂട്ടുകാരൻ മാതാപിതാക്കളെ ഗുണം ചെയ്തവർ. 2 അസ്സലാത്തുൽ വഖതിഹാ, ബാങ്ക് വിളിച്ചാൽ പിന്നെ മറ്റു ചിന്തകളില്ല, കൃത്യമാണ്. ആ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് കൃത്യമായി നിസ്കരിക്കുന്ന സ്വഭാവമുള്ളവർ അവർ സ്വർഗം ആഗ്രഹിക്കുന്ന സ്വർഗത്തിന്റെ കൂട്ടുകാരാണ്. 3ാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 3ാമത്തെ ആരെന്നറിയോ? അശ്ശഹീദു ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരാണ്, രക്തസാക്ഷികളായവരാണ്. ഈ 3 പേരെയും സ്വർഗം കാത്തിരിക്കുന്ന കൂട്ടുകാരാണ്. നിങ്ങളും മരിച്ചാ മതി, നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ആ സ്വർഗത്തിന്റെ സ്വർഗം കൊടുക്കാനും ആ സ്വർഗലോകം ഇപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയല്ലേ നമ്മുടെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ തൊടാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ അടുത്ത് ചെന്നിരിക്കാൻ കുറിക്കുന്ന മുത്തുനബി പനയുന്ന ശിടിമണം കാറ്റിലൊഴുകുന്ന പരിശുദ്ധ മദീനയിൽ ചെല്ലുവാൻ കരളിന്റെ തളിരായി നാറ്റൽ ഹബീബോരെ കണ്ട് സലാമുന്നത് ചൊല്ലുവാൻ, കണ്ട് സലാമുന്നത് ചൊല്ലുവാൻ. മദീന കാണാൻ കൊതിക്കുന്ന, മുത്തുനബിയെ കാണാൻ കൊതിക്കുന്നവരെ, സ്വർഗലോകത്ത് ആയിരക്കണക്കിന് സഹാബികള് അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് സ്വർഗം നൽകുമ്പോ മുത്തുനബി തങ്ങളുടെ സ്വർഗത്തിന്റെ കൂട്ടുകാരനാണ്. കൊതിയുള്ളവരെ കാത്തിരിക്കുക, പറയാൻ പോവുകയാണ്. ആർക്കാണ് ആ ഭാഗ്യം എന്ന് പറയാൻ പോവാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗത്തിലിരിക്കുക. എല്ലാവരും ദുനിയാവിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് അടുത്തിരിക്കാനും ചേർന്നിരിക്കാനൊക്കെ കൊതിച്ചു പോകുന്നവരാണ്. റൂഹിനാനന്ദമേ സ്നേഹത്തിൻ കാതലേ റാഹിമേകിയ നൂറുളിയേ റാഹത്തേകിയ താജുളിയേ മക്കാമണ്ണീലോദിച്ച കിനാവൊലിയേ മക്കൾക്കായി നീലാവ് ചൊരിഞ്ഞവരെ സ്നേഹ സമ്മാനം നൽകിയോരേ സ്വർഗപന്താവ് കാട്ടിയോരേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ്, വഫാത്തിന് മുമ്പ് മുത്തുനബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതാണ്, സ്വർഗത്തിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, സ്വർഗത്തിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്. അതാരെന്നറിയാ? സഹാബികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തനിക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയ സഹാബികൾ ഏറെയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നുവോ അതിനുവേണ്ടി പണം ചിലവഴിക്കുന്ന ആയിരക്കണക്കായ സഹാബികൾ ഏറെയുണ്ടല്ലോ. അവർക്കിടയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തതാരെയാ? റഫീഖീ ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗത്തിലെന്റെ കൂട്ടുകാരൻ ഉസ്മാനാണ്, സ്വർഗത്തിലെന്റെ കൂട്ടുകാരൻ ഉസ്മാനാണ്. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലാണ്. ഇത്രയും സഹാബികൾക്കിടയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഇത്രയും സഹാബത്തിനിടയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? നബി തങ്ങൾ എത്ര സ്വതക്ക ചോദിച്ചാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മുമ്പിലാണ്. ഏത് പാവപ്പെട്ടവര് പട്ടിണി കിടന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന് ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല. എത്രയോ യുദ്ധത്തിന്റെ സമയത്ത് ആയിരക്കണക്കിന് കുതിരകളെയും പടകളെയും കൊടുത്തതാരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മദീനത്തേക്ക് പ്രിയപ്പെട്ട സഹാബികൾക്ക് വെള്ളം കുടിക്കാറില്ലാതെ ആകെ ഒരു കിണർ മാത്രമേ ഉള്ളൂ. അതൊരു ജൂതന്റെ കൈവശാവകാശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ജൂതനാ കിണറിൽ നിന്ന് വെള്ളം കൊടുക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആരാണ് എന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് വെള്ളം കുടിക്കാൻ, ഒലി കൊടുക്കാൻ, കുളിക്കാൻ, വസ്ത്രവലക്കാൻ, ശുദ്ധി വരുത്താൻ ആരാണ് ആ കിണർ വാങ്ങി ഇസ്ലാമിന് വേണ്ടി അറിയ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ.
റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വാങ്ങിക്കൊടുക്കാൻ നബിയെ, ഞാൻ വാങ്ങിക്കൊടുക്കാൻ നബിയെ. അല്ലാഹുവിന്റെ റസൂലിനോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുറന്നു പറഞ്ഞതാണ്, അല്ലാഹുവിന്റെ മുത്തുനബിയേ, ആ കിണർ വാങ്ങിയിട്ട് ദൂതന്റെ കയ്യിൽ നിന്ന് എത്ര പണം കൊടുത്തിട്ടാണെങ്കിലും വാങ്ങി ആ മുസ്ലിങ്ങൾക്ക് കൊടുക്കുക. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിണർ വാങ്ങി മുസ്ലിമിന് സഹാബത്തിന് സമ്മാനമായി കൊടുത്തപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ, നീ ചെയ്തു പോലെ സ്വർഗ്ഗം കണ്ടിട്ട്, ഇന്ന് വരെ ചെയ്തു പോലെ സ്വർഗ്ഗം കണ്ടിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റഫീഖ് ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗ്ഗത്തിലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉസ്മാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ. കൊതിയില്ലേ പ്രിയപ്പെട്ടവര്, ആഗ്രഹമില്ലേ സഹോദരങ്ങള്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തുന്നിരിക്കാൻ, സ്വർഗ്ഗലോകത്ത് ചെന്നിരിക്കാൻ ഒരു ആഗ്രഹം നിനക്കില്ലേ? ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ എന്ത് ചെയ്താലും, നബി തങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന സഹാബിയാണ്. ഒരു ഖാദിമായി കൂടെ നടക്കുന്നവനാണ്. രാത്രി സമയത്ത് മുത്തുനബി തങ്ങളുടെ ചാരത്തുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ ഇടയിലൊന്ന് കണ്ണു തുറക്കുമ്പോ ഒഴുക്കാനുള്ള വെള്ളവുമായി റബീഅ റളിയല്ലാഹു അൻഹു അടുത്ത് നിൽക്കുകയാണ്. നബി തങ്ങൾ എന്നും ഇങ്ങനെ കാണുമ്പോ സങ്കടത്തോടെ ചോദിക്കുന്ന, റബീഅ, ഈ സ്നേഹത്തിന് പകരം നിനക്ക് എന്താ റബീഅ വേണ്ടത്? നീ കാണിക്കുന്ന ഈ സ്നേഹത്തിന് പകരം റബീഅ നിനക്ക് എന്താ ആവശ്യമുള്ളത്? ആ സമയത്ത് റബീഅ റളിയല്ലാഹു തആല അൻഹു പറയുന്ന, നബിയേ, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, അങ്ങയോടൊപ്പം സ്വർഗ്ഗത്തിലിരിക്കാൻ ഒരു അവസരം തരണം നബിയേ. എന്തോ ഒരു കൊതിയാ, എന്തോ ഒരു ആഗ്രഹമാ, എന്തോ ഒരു ആവേശമാ, നബി തങ്ങളോടൊത്ത് സ്വർഗ്ഗത്തിലിരിക്കാനുള്ള ഒരു മനസ്സ് അല്ലാഹുവിന്റെ റസൂലിനോട് റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മുത്തുനബി തങ്ങളുടെ കണ്ണ് നിറയുകയാ. റബീഅ വേറെന്തെങ്കിലും ചോദിച്ചോട്, റബീഅ, ഇത് തന്നെ നിനക്ക് നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് വേറെന്ത് കിട്ടിയിട്ടെന്താ നബിയെ, വേറെന്ത് കിട്ടിയിട്ട് എന്തിനാ നബിയെ? സ്വർഗ്ഗത്തിൽ അങ്ങയോടത്തിരിക്കുന്ന സുഖമുണ്ടല്ലോ. എന്റെ ഈ കരുവാഞ്ചേരി പറമ്പിൽ വന്നവരെ, ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ, ഇന്ന് മദീനയുടെ രംഗം നിങ്ങളൊന്ന് ചിന്തിക്കൂ. ആയിരക്കണക്കിന് ആളുകളെ റൗളാ ശരീഫിന്റെ മുന്നിൽ മറിഞ്ഞു വീഴുന്ന രാത്രിയാ. ബൈത്ത് പാടിയിട്ട് റൗളാ ശരീഫിന് മുന്നിൽ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങൾ, മുഹബ്ബീങ്ങൾ, ആശിക്കീങ്ങൾ മദീനയുടെ മുന്നിൽ നിന്ന് മറിഞ്ഞു വീഴുന്ന പിടയുന്ന രാത്രിയാണ് വെള്ളിയാഴ്ച രാവ്. അല്ലാഹുവേ, പാവപ്പെട്ട ഞങ്ങളെ നീ എവിടെ എത്തിക്കണേ അല്ലാ. ആഗ്രഹമുണ്ട്, കാശില്ലാത്ത ഒരുപാട് പേര് ഇവിടെയുണ്ടല്ലോ. ഓട്ടോ ഓടിക്കുന്നവര്, മേശപ്പണിക്ക് പോകുന്നവര്, ടാക്സി ഓടിക്കുന്നവര്, കൂലിവേലിക്ക് പോകുന്നവര്, മത്സ്യക്കച്ചവടത്തിന് പോകുന്നവര്, അല്ലാഹുവേ, ടാപ്പിങ്ങിന് പോകുന്നവര്, തൊഴിലാളികൾ, യൂണിയനിൽ പ്രവർത്തിക്കുന്നവര്, പാവപ്പെട്ടവര്, 100 രൂപ കിട്ടിയാൽ, 500 രൂപ കിട്ടിയാൽ 400 രൂപയും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയുള്ള മരുന്നിന് വേണ്ടി ചിലവഴിക്കുന്നവർ, ബാക്കിയുള്ള കാശ് മക്കൾക്ക് പഠനോപകരണം വാങ്ങാൻ പോലും കഴിയാതെ പൊട്ടിക്കരയുന്നവർ, അല്ലാഹുവേ, അവർക്കും കൊതിയുണ്ടല്ലോ മക്ക കാണാൻ, അവർക്കും കൊതിയുണ്ടല്ലോ മദീന കാണാൻ. പുന്നാറ് നബി തങ്ങളുടെ ചാരത്ത് വന്ന് സലാം പറയാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇത് വെള്ളിയാഴ്ച രാവാണ്, നീ സൗഭാഗ്യം ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ മാത്രം പോരെ നബിയെ, സ്വർഗ്ഗലോകത്ത് അങ്ങയോടൊപ്പം എനിക്കിരിക്കണം നബിയെ, അങ്ങയുടെ കൂട്ടുകാരനായി സ്വർഗ്ഗത്തിൽ എനിക്കിരിക്കണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്, ചെയ്യുവോ? ഇന്ന് ഇരുമ്പടിയിൽ വന്ന കരുവാഞ്ചേരി പറമ്പിൽ വന്നവരെ നിങ്ങൾ ചെയ്യുവോ? നബി തങ്ങൾ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്ന, റബീഅ, ഞാൻ നിനക്ക് അതിന് ഭാഗ്യം കിട്ടാൻ വേണ്ടി ദുആരക്കാൻ പറ്റി ഒരു കാര്യം നീ ചെയ്തുകൊണ്ട് എന്നെ സഹായിക്കുക. ഒരുപാട് സുജൂദ് ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫർള് നിസ്കാരങ്ങൾ ആണെങ്കിൽ ലഭിതങ്ങൾ അങ്ങനെ പറയും, ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ എന്നെ നീ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരം നീ അധികരിപ്പിച്ചാൽ എന്നോടൊപ്പം നിനക്ക് സ്വർഗത്തിലിരിക്കാവുന്നതാണ് സാരം. നമ്മൾ ആരെങ്കിലും സുന്നത്ത് നിസ്കാരത്തിന് വേണ്ടി താല്പര്യം കാണിക്കുന്നവരാണോ? പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ പോലും ഫർള് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ രക്ഷപ്പെടും.
സഹോദരിമാർക്ക് സഹോദരങ്ങൾക്ക് മരിക്കുന്നത് വരെ ഒഴിവാക്കാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന സുന്നത്ത് നിസ്കരിക്കുന്നവരുടെ പട്ടികയിൽ അള്ളാഹു നിങ്ങളുടെ പേര് ചേർക്കാൻ ഈ ഒരൊറ്റ സുന്നത്ത് നിങ്ങൾ കൊണ്ടു നടന്നാൽ മതി, നഷ്ടപ്പെടില്ല. ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് മരിക്കുന്നവരുണ്ടാവണം. വാത് കഴിഞ്ഞ് കുറച്ച് പൈസ ഒക്കെ കൊടുത്ത് ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോയി എന്ന് മാത്രം പോരാ, സ്വർഗ്ഗലോകത്തിലേക്ക് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് സദസ്സ് എത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2 റക്അത്ത് ദുഹ എന്ന സുന്നത്ത് നിസ്കാരം, 2 റക്അത്ത്. സ്വർഗത്തിന് തന്നെ ബാബുൽ ദുഹ എന്നൊരു പേരുണ്ട്. സഹോദരിമാരെ പ്രാവർത്തികമാക്കാൻ പറ്റുകയും ചെയ്തു. കുങ്കുമപ്പൂ തീർന്നിട്ട് ചന്ദനമഴ തുടങ്ങിയിട്ടുണ്ട്, നടക്കൂല. സഹോദരിമാര് പറയും, മൊയ്ലിയാരിലൊക്കെ എങ്ങനെ അറിയണു മുസ്ലിയാരെ? ഒരു ചെറുപ്പക്കാരന്റെ മൊബൈൽ എടുത്ത് ഗൂഗിൾ അങ്ങോട്ട് എടുത്തിട്ട് കുങ്കുമപ്പൂ നടിച്ചാൽ മതി, ഫുൾ വിവരം അതിനകത്ത് എഴുതി കാണിക്കും. അതിലെ സീരിയൽ കാണണമെന്നില്ല, സിനിമ കാണണമെന്നില്ല, പത്രം പോലും വായിക്കണമെന്നില്ല, ഇന്നെല്ലാം ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അടുത്തത് തുടങ്ങുമ്പോൾ തന്നെ തീരുമാനിക്കണം, ഈ ജീവിതത്തിൽ ഇനി അത് വേണ്ട. തുടങ്ങിപ്പോയാൽ നിങ്ങളുടെ മനസ്സുടക്കായി പോയി. പിന്നെ അവിടെ തൂങ്ങാൻ വേണ്ടി കയറെടുത്തു, അല്ലാഹുവേ നാളെ എന്താവും, നാളെ എന്താ, ഇവിടെ വാപ്പ മരിക്കാൻ കിടക്കണം നോക്കാൻ നേരില്ല, ആ രീതിയിലാവില്ല. അതുകൊണ്ട് ചന്ദനമഴയും വേണ്ട, പളുങ്കുമഴയും വേണ്ട, സ്വർണ്ണമഴയും വേണ്ട, അവസാനിപ്പിച്ചോ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തീരുമാനിക്കും 2 റക്അത്ത് ദുഹ എന്ന സുന്നത്ത് നിസ്കാരം. എപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയം ഞാൻ പറഞ്ഞുതരാം. രാവിലെ 9 മണി മുതൽ 12 മണി വരെ എന്ന് പറയാം. ബാക്കിയുള്ള സമയം പറഞ്ഞ് ആശങ്കപ്പെടണ്ട. ഉസ്താദുമാരൊന്നും ചിന്തിക്കണ്ട, അങ്ങനെ ഒരു സമയം ഉണ്ടോ എന്ന് ചോദിക്കണ്ട. 9 മണി മുതൽ 12 മണി വരെ എന്ന് പറഞ്ഞവർക്ക് പിന്നെ സൂര്യനെ ചന്ദ്രനെ നോക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ദുഹാ നിസ്കാരം നിസ്കരിക്കാൻ പറ്റിയ സമയമാണ്. അടുക്കളയുടെ തിരക്ക് കഴിഞ്ഞിട്ട് 2 റക്അത്ത്. അല്ലാഹുവേ പടച്ചവനെ, നിനക്ക് വേണ്ടി 2 റക്അത്ത് ദുഹ എന്ന സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു കൃത്യമായിട്ട് കൊണ്ടു നടക്കും. ഈ ദുഹ നിസ്കരിക്കുന്നവർക്ക് പിന്നെ മഹാന്മാര് പറയുന്ന മറ്റൊരു സൗഭാഗ്യം കൂടി കിട്ടും. കടത്തോടുകൂടി മരിക്കൂല, കടബാധ്യതയോടുകൂടി മരിക്കൂല. ഞാൻ മരിച്ചാലും ഉസ്താദ് മരിച്ചാലും ആര് മരണപ്പെട്ടാലും നമ്മുടെ കടമുണ്ടെങ്കിൽ, അത് നമ്മുടെ മക്കൾ വീടിയില്ലെങ്കിൽ നമ്മുടെ നേരുള്ള മയ്യത്ത് നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കില്ല. റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. മക്കളെ കെട്ടിക്കാൻ, വീട് വെക്കാൻ എത്ര കടം വാങ്ങിയിട്ടാണ്. ഇന്നലത്തെ മജ്‌ലിസിൽ ഒരു സഹോദരൻ പറഞ്ഞതാണ്, ഉസ്താദേ മോളെ നിക്കാഹ് നടത്തിയിട്ട് പലിശയുമായി ബന്ധപ്പെട്ട് കിടക്കാൻ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഉസ്താദ് പലിശയെ കുറിച്ചൊക്കെ പറയുമ്പോൾ പേടിയാവാൻ, എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു കടത്തിൽ നിന്ന് മോചനം കൊടുക്കട്ടെ. സഹോദരങ്ങളെ അതുകൊണ്ട് തീരുമാനിച്ചു, ഒരുപാട് സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്കുക എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞു പോരെങ്കിൽ അല്ലാഹുവേ തീരുമാനമെടുക്കുക. 2 റക്അത്ത് ദുഹാ നിസ്കാരം മരിക്കുന്നത് വരെ കൊണ്ടു നടക്കുക. എത്ര എളുപ്പമാണ്, വളരെ കുറഞ്ഞ സമയം മതിയല്ലോ, ഒരുപാട് സൗഭാഗ്യമുള്ള തരുമല്ലോ. സ്വർഗത്തിൽ ബാബുൽ ദുഹാ എന്ന് പറയുന്ന വാതിലുണ്ട്, അതിലൂടെ സ്വർഗത്തിൽ കിടക്കാനുള്ള അവസരം പോലും അല്ലാഹു നിനക്ക് തരുന്നതാ. അതുകൊണ്ട് പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുത്തു. മുത്തുനബി തങ്ങളോട് റളിയല്ലാഹു കൊടുത്ത സൗഭാഗ്യത്തിന്റെ വഴിക്ക് അല്ലാഹു റസൂൽ കാണിച്ചു കൊടുത്തതാ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് സ്വർഗം കിട്ടിയില്ലെങ്കിൽ പോലും ഒന്ന് കാണണ്ടേ സഹോദരിമാരെ, ഒന്ന് കാണണ്ടേ സുഹൃത്തുക്കളെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, ഇനി അള്ളാഹുവിന്റെ കൂട്ടുകാരെ കുറിച്ച് മാത്രമൊന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ കൂട്ടുകാരെ കുറിച്ചുകൂടി പറയുകയാണ്. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയുകയാണ്. ഇനിയിപ്പോ നടക്കൂലോ, ഇനി പള്ളി പോണം, നാളെ വെള്ളിയാഴ്ച. ഈ മനോഹരമായ കരുവാഞ്ചേരി പറമ്പിലെ പറവകളും മണൽത്തരികളും പോലും കൊതിക്കുന്നത് മദീനക്കാണ്. മുത്തുനബി തങ്ങളെ കാണാൻ കൊതിച്ചുപോലെ സഹാബികൾ എത്രയാണ്. ലോകത്തിന് അല്ലാഹുവിന്റെ റസൂൽ വിട പറഞ്ഞപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ജീവിച്ച സഹാബികൾ എത്രയാണ്. എനിക്കിനും മദീന വേണ്ട, എനിക്കിനും മദീന വേണ്ടെന്ന് പറഞ്ഞ് പൊട്ടിത്തകർന്ന മനസ്സുമായി കഴിഞ്ഞുകൂടിയവരെത്രയാണ്. അല്ലാഹുവേ, അവരൊക്കെ ഒരുപാട് മുത്തുനബി തങ്ങളെ കണ്ടുപോയവരാണ്. ഇനി നമുക്ക് കാണാൻ കഴിയുമെന്നറിയില്ല. വെള്ളിയാഴ്ച രാവാണ്, കൽബ് നിറഞ്ഞു ദ്വാരക്കാൻ പോവാണ്. ഈ കരുവാഞ്ചേരി പറമ്പിൽ വന്ന് ഞങ്ങൾക്ക് മുത്തുനബി തങ്ങളെ കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഒരു വിശ്വാസി നിർബന്ധമായി കണ്ടിരിക്കും, കാണണ്ടേ പെങ്ങളെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്കിയിരുന്നു പോയ ആ സൗന്ദര്യം.
ഫാത്തിമ റളിയല്ലാഹു അൻഹ നോക്കിയിരുന്നു പോയ സൗന്ദര്യം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ നിന്ന് പതിഞ്ഞിട്ട് മാറാതെ നിലനിന്നു പോയ ആ പൂമുഖം ഒരു നോക്കൊന്ന് കാണണ്ടേ, ഒന്നിനും കൊള്ളരുതാതെ മലപ്പുറം ജില്ലയുടെ കരുവാഞ്ചേരി പറമ്പിന്റെ ഒരു ഭാഗത്തിരിക്കുന്ന പെങ്ങളെ, നിനക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കാണണ്ടേ? മനസ്സുകൊണ്ട് നീ ഒന്ന് നിയ്യത്ത് ചെയ്താൽ ഇന്നത്തെ രാത്രിയിൽ നിന്റെ പ്രേമം മുത്തുനബി തങ്ങൾ അറിയുകയാണ്, നിന്റെ മനസ്സിന്റെ ഇടിപ്പ് അല്ലാഹുവിന്റെ റസൂൽ അറിയുകയാണ്. ഒരു തടസ്സവുമില്ലാതെ പൂർണ്ണമായും അറിയുന്നതാണ്, ഉറപ്പാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരോട് പറയുന്നു, മുത്തുനബി തങ്ങളെ കണ്ടു മരിച്ചാൽ പിന്നെ നരകമില്ല, പിന്നെ ഖബറിന്റെ അകത്ത് അദാബുകളില്ല, പിന്നെ ഒരു ഭയപ്പാടുമില്ല. അവിടെ നമ്മോട്ട് പൂർണ്ണ വിജയമാണ്. മുട്ടിയ ഖബറിന്റെ ഉള്ളറയിൽ ആരോരുമില്ലാതെ നിന്നെ കൊണ്ടുവന്ന് കിടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യം ലഭിച്ചു മരിച്ചവളാണ് നീയെങ്കിൽ പൊന്നുമോളെ, ഒരു ചൂട്ടവും നിന്റെ ഖബറിന്റെ അകത്ത് അല്ലാഹു നിനക്ക് തരികയില്ല. അതുകൊണ്ട് ഒരു പെണ്ണിന് കഴിയുമെങ്കിൽ ഒരു പെണ്ണിന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ പാവപ്പെട്ടവളാണ്, കാണാൻ കുതിച്ചിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച രാവിലെ മുത്തുനബിയെ ഈ മജ്ലിസും ഞങ്ങളെയും അവിടെ നിന്ന് റൗളയിലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഈ പാവപ്പെട്ടവൾ കയ്യിലണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണം നേരത്തെ ഉമ്മാക്കുപ്പാക്ക് വേണ്ടി കൊടുത്തതുപോലെ ഇപ്പൊ ഞാനിത് മാറ്റിവെക്കുന്നതല്ല, നിന്റെ മുത്തുനബി തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. أصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول എന്ന സൂറത്ത് തൃപ്പരജി ഉസ്താദ് എപ്പോഴും പറഞ്ഞു കൊടുക്കുമായിരുന്നു ഈ സൂറത്ത്. അത്ര ബന്ധമുള്ളവരോട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് ഈ സൂറത്ത് ഓതുക. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. എന്നിട്ട് അവസാനവും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുക. എപ്പോഴും ഉസ്താദ് പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉസ്താദുമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നോട് അവരുമായി ബന്ധപ്പെട്ട വയനാട്ടിലുള്ള ഒരു മുസ്തഫ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ വിഷം പോലും ശരീരത്തെ ഏൽക്കാതിരിക്കാൻ, സിഹർ പോലും ഏൽക്കാതിരിക്കാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ സംശയം തോന്നുന്ന അവസരങ്ങളിൽ ഈ സൂറത്ത് ഇങ്ങനെ ആദ്യവും അഊദു ബിസ്മിയും അവസാനവും അഊദു ബിസ്മിയും അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് മറക്കരുത്. ഇൻഷാ അല്ലാഹ് പഠിച്ചു വെക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എല്ലാ സന്തോഷവും എല്ലാ സമാധാനവും റബ്ബ് തരട്ടെ. 33 സ്വലാത്ത് വേഗം ചൊല്ലി നമുക്കൊന്ന ചെറിയ ഒരു ദുആ ചെയ്യാം. സമയം ഏറെ വൈകിപ്പോയി. എല്ലാവരും ഈ വിനീതന്റെ യാത്രയുടെ സന്തോഷത്തിന് വേണ്ടി ദുആരക്കണം. എന്നെ വേഗം വിട്ടുതന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ സംഘാടകർ പറഞ്ഞു വിടാവൂ. പെട്ടെന്ന് പോയെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ നാട്ടിൽ ജുമയ്ക്കെത്താൻ പറ്റുള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വേഗം ഒരു 33 സ്വലാത്ത് ചെയ്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഉസ്താദുമാരുടെ എല്ലാവരുടെ അനുവാദത്തോട് ഞാൻ ദ്വാരക്കാണ്. ഉസ്താദുമാരൊക്കെ നിങ്ങളൊക്കെ ദ്വാരക്കാൻ അർഹരാണ്. എങ്കിൽ പോലും ഇത്രയും നേരം മജ്‌ലിസിന് നേതൃത്വം കൊടുത്തു എന്നുള്ള ഒരു അവകാശം വെച്ച് ഇൻഷാ അല്ലാഹ് ഒത്തിരി കാര്യങ്ങൾ പടച്ചവരോട് പറയാനുണ്ട്.
നമ്മുടെ ഈദിന് വേണ്ടി ഇപ്പോഴും ദ്വാരക്കണം. എന്നാണ് ഇനി വരാൻ പറ്റുക കാണാൻ പറ്റുകയെന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വലിയ ദുആയി ഈ എളിയവന് വേണ്ടി ഓർക്കണം, കുടുംബത്തെ ഓർക്കണം. ഉമ്മ, ഉപ്പ, മക്കൾ, കുടുംബം, ഉസ്താദുമാർ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഒരു വെള്ളിയാഴ്ച രാവോട് ഞങ്ങൾക്ക് ഈ സ്വർഗത്തിന്റെ മജ്ലിസിൽ കൂടാൻ നീ തൗഫീഖ് തന്നു റബ്ബേ. അല്ലാഹുവേ, നീ പൂർണ്ണമായും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാണ്.